ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ തന്റെ അനുഗ്രഹത്തിന്റെ പെട്ടകവുമായി തന്റെ അദൃശ്യ ദൂതഗണവുമായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നതോർത്ത് കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും കൃപാലുവായ ദൈവത്തെ പാടി സ്തുതിപ്പാനും കർത്താവ് ജീവിതത്തിൽ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനും ദൈവം നമുക്ക് അവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവബഹുലമായൊരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോകുകയാണ്. പുതുവർഷത്തിന്റെ തിരശ്ശീലയ്ക്കപ്പുറം എന്തായിത്തീരുമെന്നുള്ള ഒരു വെമ്പലോടെ ലോകം ഇന്ന് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാരായ എത്രയോ വിശുദ്ധന്മാർ, എത്രയോ നീതിമാന്മാർ തങ്ങളുടെ പ്രവൃത്തി തികച്ച് മരണത്തിരശ്ശീലയ്ക്ക് അപ്പുറം നിത്യ വിശ്രാമത്തിലേക്ക് പോയിരിക്കുന്നു. ദൈവത്തിന്റെ മാറ്റപ്പെടാത്ത കൃപയാലും തന്റെ കരുണയുടെ ബഹുത്വത്താലും വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഇങ്ങനെ അവസരം നൽകിയതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും വിശ്വസ്തനായ ദൈവത്തിന്റെ കരുണയും നീതിയും ഏഴകളായി ഞങ്ങളെ സംരക്ഷിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. തുടർന്നും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരുവഴുത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോസ്തലന്മാരിൽ അതീവ ശ്രേഷ്ഠനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിച്ചാൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 24-ാം വാക്യം. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വായിച്ചു കേട്ട വേദഭാഗം ക്രൈസ്തവ സമൂഹത്തിന് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗം നിയോഗിച്ച് ഭൂമിയിലേക്ക് അയച്ച മശിഹാ തമ്പുരാൻ തന്റെ ഈ ലോകത്തിലെ പ്രവൃത്തികളെല്ലാം തികച്ച് തന്റെ അവസാന ശുശ്രൂഷയിൽ താൻ അരുളി ചെയ്യുന്ന വാക്ക് 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അതീവ ശ്രേഷ്ഠനായ വിശുദ്ധ പൗലോസ് ഏതാണ്ട് AD 56 കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക് താൻ എഴുതുന്ന ലേഖനത്തിൽ ആ സംഭവം ഒരിക്കൽ കൂടെ എടുത്തു കാട്ടിയിരിക്കുക. ഇന്ന് ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ലോകത്തിലെ ആഗോള വ്യാപകമായ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും അവരുടെ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു ഭാഗമാണ് ഈ പൗലോസിന്റെ വാക്ക്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മുൻപ് പല സാഹചര്യങ്ങളില് പല വിശുദ്ധന്മാരിൽ കൂടെ ഈ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചും ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചും ഗ്രഹിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ തലമുറയിൽ ജീവിച്ചിട്ടുള്ളവരാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുക. വായിച്ചു കേട്ട വേദഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് മശിഹാ തമ്പുരാന്റെ അന്തിമ അത്താഴത്തെക്കുറിച്ച് ഒരു മനോഹരമായ രൂപം വരച്ച് പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഇന്ന് പാലിച്ചു പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ
മശിഹാ തമ്പുരാൻ തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് സഭയുടെ ശുദ്ധീകരണത്തിനായി നൽകിയിരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങളെ നമുക്ക് രണ്ടു ഭാഗമായി തിരിച്ചു പഠിക്കാം. അതിലൊന്ന് വിശ്വാസ പ്രമാണം, മറ്റൊന്ന് അനുഷ്ഠാന പ്രമാണം. ഇങ്ങനെ 7 പ്രമാണങ്ങളെ ഉൾക്കൊണ്ടാണ് പുതിയ നിയമസഭ നിൽക്കുന്നത്. മെസ്സിഹാ മനുഷ്യാവതാരമെടുത്ത് താണലോകത്തിൽ വരുന്നതിന് 950 പരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹാനായ സോളമൻ ഇങ്ങനെ പാടി, ജ്ഞാനിയായവൾ ഒരു വീട് പണിതു, അതിന് 7 തൂണുകൾ ഉണ്ടായിരുന്നു. 7 തൂണുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഉറപ്പുള്ള ഭവനമാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭയ്ക്ക് വിശുദ്ധ കർത്താവായ യേശു നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അത് 5 ഭാഗം വിശ്വാസ പ്രമാണവും അതിൽ 2 ഭാഗം അനുഷ്ഠാന പ്രമാണവുമാണ്. ഇന്ന് ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും അത് ഉൾക്കൊള്ളുകയാണ്. വിശുദ്ധ സഭയുടെ വിശുദ്ധീകരണത്തിനായി നൽകിയിട്ടുള്ള കൂദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയായിട്ടാണ് കർത്താവിന്റെ അത്താഴം ഇന്ന് ക്രൈസ്തവർ കൊണ്ടാടുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചുകേട്ട വേദഭാഗത്തിന്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ സംഭവം എടുത്തു പറയുകയാണ്. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെയും അതിന്റെ പശ്ചാത്തലങ്ങളെയും കുറിച്ച് നാം പഠിച്ചാൽ റോമാലേഖനം തുടങ്ങി എബ്രായ ലേഖനം വരെ അപ്പോസ്തലന്റെ കരങ്ങളാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള സത്യങ്ങൾ പല നിലവാരത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ചില ലേഖനങ്ങളൊക്കെയും താൻ ആത്മാവിൽ എഴുതിയിട്ടുള്ളതാണ്. എഫെസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനങ്ങളൊക്കെയും താൻ ആത്മാവിൽ എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ എബ്രായ ലേഖനം എഴുതുമ്പോൾ ന്യായപ്രമാണം പിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ താൻ ന്യായപ്രമാണ സത്യങ്ങൾ ക്രിസ്തുവിൽ നിവർത്തിച്ചു എന്നുള്ള ആ എഴുത്തുകളാണ് എബ്രായ ലേഖനത്തിൽ കാണുന്നത്. കൊരിന്ത്യർക്ക് താൻ ലേഖനം എഴുതുമ്പോൾ അവിടെ തന്റെ ചില അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികളിൽ വരുമ്പോൾ, നിങ്ങൾ എനിക്ക് എഴുതി അയച്ച സംഗതിയെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി നാം തിരുവഴുത്തിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തന്റെ പ്രബോധനങ്ങളായിരുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭ വരികൾ വരുമ്പോൾ, ഒരപ്പൻ മകനെ പ്രബോധിപ്പിക്കും പോലെ ദൈവത്തിന്റെ മനസ്സരി ഓർത്ത് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം താഴേക്ക് കടന്നു വരുമ്പോൾ ചില സത്യങ്ങളൊക്കെ താൻ ദർശനത്തിലാണ് പ്രാപിച്ചത്. മരണാനന്തര വിശുദ്ധന്മാരുടെ വിശ്രാമമായ പർദീസ എന്നുള്ള വിഷയം ആത്മാവിൽ ഗ്രഹിച്ചതോ മുൻകാല പിതാക്കന്മാർ പറഞ്ഞതോ അല്ല. എഫെസോസിൽ വെച്ച് കല്ലേറിച്ചിട്ട് താൻ മരിച്ചു എന്ന് കരുതി സുവിശേഷ വിരോധികൾ തന്നെ പട്ടണത്തിന്റെ പുറത്ത് എറിഞ്ഞു കളയുമ്പോൾ ആത്മാവിനെ പർദീസയോളം എടുത്തുകൊണ്ടുപോയി അനന്തരം 14 വർഷത്തിന് ശേഷം ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം എന്ന് പറഞ്ഞ് സഭയ്ക്ക് ഉപദേശം എഴുതുമ്പോൾ ആ ഉപദേശം കിട്ടിയത് ദർശനത്തിലാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ അന്തിമ അത്താഴത്തെ കുറിച്ച് നാം പഠിച്ചു വന്നാൽ അത് ആത്മാവിൽ ഗ്രഹിച്ചതോ തന്റെ പ്രബോധനമോ തന്റെ അഭിപ്രായമോ സ്വർഗീയ ദർശനമോ അല്ല. ആ വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. ആകയാൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് 14 ലേഖനത്തിൽ ഒരേ ഒരു വാക്കേ ഉള്ളൂ. അത് മശിഹായുടെ അന്തിമത്താഴമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് 2 ഭാഗമായി തിരിച്ചു പഠിക്കാം. ഒന്നാമത്തെ ഭാഗം അത് വിശ്വാസ പ്രമാണമാണ്. രണ്ടാമത്തെ ഭാഗം അത് അനുഷ്ഠാന പ്രമാണമാണ്. എന്താണ് ഈ അനുഷ്ഠാന പ്രമാണം? പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിച്ചു വരുമ്പോൾ അവർക്ക് ലഭിച്ച പ്രമാണങ്ങളിൽ ഏറിയ ഭാഗവും അനുഷ്ഠാന പ്രമാണമാണ്. ആകയാൽ അവർ യാഗങ്ങൾക്കും പെരുന്നാളുകൾക്കും വഴിപാടുകൾക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുണ്ട്. അവയെ പിൻഗമിച്ചു വരുന്ന ക്രൈസ്തവ സമൂഹങ്ങളും ഇന്ന് അവരുടെ ദേവാലയങ്ങളിൽ ആ അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുണ്ട്. എന്നാൽ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയായ തന്റെ ശരീരത്തെ അല്ലെ തന്റെ മണവാട്ടിക്ക് നൽകിയിട്ടുള്ള ഉപദേശ സത്യങ്ങളെ പഠിക്കുമ്പോൾ അതിൽ 2 ഭാഗമേ അനുഷ്ഠാനമായിട്ടുള്ളൂ. ഈ ലോകത്തിലെ തന്റെ പ്രവർത്തികളെല്ലാം തികച്ചു മശിഹാ മടങ്ങിപ്പോകുന്ന നാളെടുത്തപ്പോൾ ഒലിമലയുടെ താഴ്വരയിലേക്ക് വരുന്ന ശിക്ഷകണങ്ങളെ എല്ലാം നോക്കി തന്റെ മുറിവേറ്റ ആ കരുണയുടെ കരങ്ങൾ ഉയർത്തി അവൻ ശിക്ഷകണങ്ങളെ അനുഗ്രഹിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടികളോടും പ്രസംഗിക്കണം. സകല സൃഷ്ടികളോടും, യഹൂദനോടും യവനനോടും ദാസനോടും ദരിദ്രനോടും
ധനവാനോടും എന്ന് വേണ്ട സകല ഭൂവാസികളോടും നിങ്ങൾ പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യന്മാർ ആക്കിക്കൊള്ളണം. മശിഹാ തമ്പുരാൻ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് നൽകിയ ഒന്നാമത്തെ അനുഷ്ഠാന പ്രമാണം അത് ജലസ്നാനമാണ്. ക്രൈസ്തവ സമൂഹങ്ങൾ ഇന്നുവരെയും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മശിഹാ മടങ്ങി വരുവോളം കൃപയുടെ വാതിൽ അടഞ്ഞ് ദൈവക്രോധത്തിന്റെ അഗ്നി ഭൂമിയിൽ പതിക്കുന്ന നാൾ വരെയും ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കും. രണ്ടാമതായി മശിഹാ പറഞ്ഞിരിക്കുന്ന ആ ആചാര പ്രമാണം അല്ലെ അനുഷ്ഠാന പ്രമാണം ഇതാണ്. മശിഹാ തമ്പുരാൻ താ അപ്പമെടുത്ത് വാഴ്ത്തി ഞുറുക്കി താൻ ശിക്ഷകണങ്ങളുടെ നേരെ വെച്ച് നീട്ടിക്കൊണ്ട് പറയുന്നു, ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7 തൂണുകളിൽ പണിതുയർത്തി നിർത്തിയിരിക്കുന്ന ദൈവസഭയുടെ വിശ്വാസ പ്രമാണത്തെ 2 ഭാഗമായി നാം തിരിച്ചു പഠിക്കുകയാണ്. 1 വിശ്വാസത്താലുള്ള പ്രമാണം, 2 അനുഷ്ഠാനത്താലുള്ള പ്രമാണം. അനുഷ്ഠാന പ്രമാണങ്ങൾക്ക് 2 ഭാഗമുണ്ട്. 1 വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ജലസ്നാനവും, 2 മശിഹായുടെ അന്തിമ അത്താഴം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലം നാം പഠിച്ചു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 വരെയുള്ള അധ്യായങ്ങളാണ് മശിഹായുടെ അന്തിമ വാക്കുകൾ. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് അനന്തനിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കേണ്ടതിന് സ്വർഗം നിയോഗിച്ച കാലത്തിന്റെ പൂർണ്ണ വന്നപ്പോൾ സ്വർഗമഹിമകളെ വിട്ട് താണലോകത്തിലേക്ക് വന്ന് മാനവരാശിയുടെ ഉദ്ധാരണത്തിനായി നീതിയുള്ള പിതാവിന്റെ രൂപം മനുഷ്യവർഗത്തിന് കാണിച്ചു കൊടുത്ത മശിഹാ തമ്പുരാൻ കാൽവറിയിൽ മരിക്കുക. തന്റെ മരണത്തിന്റെ അവസാന നാളുകളിലാണ്, അവസാന നിമിഷമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. മശിഹാ ബേത്ലഹേമിൽ ജനിച്ച കാലം തുടങ്ങി മടങ്ങി പിതാവിന്റെ അടുക്കൽ പോകുന്ന കാലഘട്ടം വരെ നാം പഠിച്ചാൽ ഏതാണ്ട് 33ഓളം പെസഹ നടന്നതായിട്ടുണ്ട്. അവയുടെ ഒന്നും ചരിത്രം വ്യക്തമായി ബൈബിളിലില്ല. എന്നാൽ അന്തിമ പെസഹയുടെ ചരിത്രമുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ആഗോള വ്യാപകമായി ക്രൈസ്തവർ ആചരിച്ചു വരുന്ന ഈ അന്തിമ അത്താഴത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചില ആത്മീയ സത്യങ്ങളുണ്ട്. ഇത് എത്ര പേർ അറിയുന്നു? അറിഞ്ഞുകൊണ്ടാണോ ഈ അന്തിമ അത്താഴത്തിൽ പങ്കെടുക്കുന്നത്? അറിഞ്ഞുകൊണ്ടാണോ ഈ അന്തിമ അത്താഴം മറ്റൊരുവന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന പലരും കൈമലർത്തേണ്ടി വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിനങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കേണ്ടത്, ഞാൻ വരുവോളം നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആചാരപ്രമാണമായി ക്രൈസ്തവർ കൈമാറി വന്നിട്ടുള്ള ഈ മശിഹായുടെ അന്തിമാത്താഴത്തിന് ക്രൈസ്തവനും യഹൂദനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹൂദൻ ഇതിനെ പെസഹായുടെ ദിനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പെസഹ എന്ന ഹെബ്രായ വാക്കിന്റെ അർത്ഥം കടന്നുപോയി എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്തവനും യഹൂദനും ഒരുപോലെ പാലിച്ചു വരുന്ന ഈ അന്തിമ അത്താഴത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ചില ആത്മീയ സത്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്തിമ അത്താഴത്തിന്റെ നാളായി മശിഹാ തമ്പുരാൻ തന്റെ ശിക്ഷകണങ്ങൾക്ക് തന്റെ അപ്പവും രക്തവും കൊടുക്കുകയാണ്. ജീവന്റെ അപ്പവും നിയമത്തിന്റെ രക്തവും നൽകിക്കൊണ്ട് പുതിയ നിയമസഭയിലേക്ക് മശിഹാ തന്റെ ജീവൻ നൽകിയാണ്. ഇത് യഹൂദനോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചാൽ ഇത് അവന്റെ ഓർമ്മയുടെ ദിനമാണ്. 1500ഓളം വർഷം അല്ലെങ്കിൽ മശിഹാ തമ്പുരാൻ ഈ അന്തിമ അത്താഴം നടത്തുന്നതിന് 1500ഓളം വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിനെ നിലത്താൽ രക്ഷ പ്രാപിച്ച ഇസ്രായേൽ ജനത്തിന്റെ ഓർമ്മ പെരുന്നാളിൽ ഒന്നായിരുന്നു പെസഹ പെരുന്നാൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അജപാലകനായിരുന്ന യാക്കോബിന്റെ സന്തതികൾ കനാനിൽ ക്ഷാമം രൂക്ഷമായപ്പോൾ അവിടെ നിന്ന് അവർക്കുള്ള സമ്പത്തുമായി അവർ ഈജിപ്തിലേക്ക് യാത്രയായി. ആരംഭ നാളുകളൊക്കെ അവർ സുരക്ഷിതരായിരുന്നു. എന്നാൽ അധികം വൈകും മുമ്പ് അവരുടെ പെരുപ്പം നിമിത്തം ആ ഫറവോൻ അല്ലെങ്കിൽ ഈജിപ്തിലെ രാജാവിന്റെ മനസ്സ് വിറച്ചു. അവർ ഏറ്റവും ഭയപ്പെട്ടുപോയി. അയൽ രാജ്യം, ആഫ്രിക്കയിലെ അയൽ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈജിപ്തിനെ ആക്രമിച്ചാൽ ഇവരവരോട് ചേരുന്നെങ്കിൽ നമ്മുടെ പരാജയം 100% ഉറപ്പാണ്. തന്ത്രശാലിയായ ഫറവോൻ കൂർമ്മബുദ്ധിയോടെ അവരുടെ വർധനവ് തടയുവാൻ ഉപായങ്ങൾ പ്രയോഗിച്ചു. അബ്രഹാമിനോടുള്ള
എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഹേതുവായി ഇസ്രായേൽ ജനം പെരുകിക്കൊണ്ടിരുന്നു. അവരുടെ പീഡനങ്ങളും വർദ്ധിച്ചു. ഒരു വേദനമില്ലാത്ത അവരുടെ ഇരുണ്ട നാളുകളായിരുന്നു. അരമനയിലും അന്തപുരത്തിലും കൊട്ടാരത്തിലും കുതിരാലയത്തിലുമെല്ലാം അവർ വേദനമില്ലാതെ അധ്വാനിച്ചു. എല്ലാറ്റിനുപരി സ്വന്തം ഉദരത്തിൽ ജനിക്കുന്ന ഓമന ശിശുക്കള് ചീങ്കണ്ണികളുടെ വികാര കേന്ദ്രമായ നൈൽ നദിയിലേക്ക് തൂക്കിയെറിയുന്നത് നോക്കി നിന്ന് പൊട്ടിക്കരയുന്ന ഇസ്രായേൽ അമ്മമാരുടെ കണ്ണുനീരിച്ചു വീണ് മിസ്രയീം മണ്ണ് ഫലപുഷ്ടമായ കാലം. എവിടെയും പീഡനം മാത്രം, വേദനകൾ മാത്രം. ബലഹീനരായ പെൺസന്തതികൾ വീണ്ടും അടിമത്തത്തിന്റെ ആ ചേറ്റുകുഴിയിലേക്ക് എറിയപ്പെടുകയാണ്. ആൺസന്തതികൾ നൈൽ നദിയിലേക്ക് എറിയപ്പെടുന്നു. വേദനകൾ ഇങ്ങനെ പെരുകി നിലവിളി യഹോവയുടെ സന്നിധിയിലെത്തി. ദൈവത്തിന്റെ സ്നേഹിതനും വിശ്വാസികളുടെ പിതാവും ഇസ്രായേൽ ജാതിയെ വെട്ടിയെടുത്ത വിശ്വസ്തനായ അബ്രഹാം എന്ന ഭക്തനോടുള്ള ദൈവത്തിന്റെ നിയമം ഓർത്തു. ദൈവത്തിന്റെ നിയമം ഹേതുവായി ദൈവം തന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാൻ പദ്ധതി ഒരുക്കി. ദൈവ പദ്ധതിയുടെ ആഴം അറിയാത്ത ഫറവോൻ അവൻ ആചരിച്ചു വരുന്ന, അവൻ വിശ്വസിച്ചു വരുന്ന, അവൻ ആരാധിച്ചു വരുന്ന മിസ്രയീമിന്റെ ദേവനായ സുക്കോവയെ ആശ്രയം തേടി. അവിടെ രണ്ടുപേർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവസാന നാളുകളായി ലേവ്യ വംശത്തിൽ അടിമ കുടുംബത്തിൽ ജനിച്ച ആ മോശെ എന്ന ഒരുവനെ ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടെത്തിച്ചു. അവിടെ അവനെ വളർത്തി പാകപ്പെടുത്തി. 40 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്റെ രക്തത്തിളപ്പ് നിമിത്തം, തന്റെ ജനത്തോടുള്ള എരിവ് നിമിത്തം, അതിബുദ്ധി നിമിത്തം ഒരു അവിവേകം കാണിച്ചു കൂട്ടി. അധികം കാലം നിലനിന്നില്ല. അവിടെ നിന്ന് ഏതാണ്ട് ഏറിയ ദൂരമുള്ള ആഫ്രിക്കയിലെ അയൽ രാജ്യത്തേക്ക് ഓടിപ്പോയി. ആശ്രയമറ്റവനായി അലയുമ്പോൾ ഒരാട്ടിൻകൂട്ടത്തെ കണ്ടുമുട്ടി. ആട്ടിടയന്മാരുടെ സഹായിയായി തീർന്നവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചെന്നു കയറിയത് ഒരു പുരോഹിതന്റെ വീടാണ്. ആ ഇത്രോവ് എന്ന പുരോഹിതന്റെ മൂത്തമകളായ സിപ്പോറയെ വിവാഹം കഴിച്ച് 40ഓളം വർഷം ആ ഭക്തൻ മലഞ്ചരിവുകളിൽ അലഞ്ഞു. കൊട്ടാരത്തിൽ രാജകീയ ഭക്ഷണം കഴിച്ച് രാജാവിന്റെ പള്ളിമെത്തയിൽ ഉറങ്ങിയവൻ, രഥത്തിൽ യാത്ര ചെയ്തവൻ, സൈന്യത്തിന് അധിപതിയായിരുന്നവൻ ദീർഘമായ 40ഓളം വർഷം ഇതാ ഏകാന്തതയിൽ അലഞ്ഞു. അവന്റെ മനസ്സവനെ പിടിച്ചുകുലുക്കി. തന്റെ ഭോഷത്വം തന്റെ നേരെ അട്ടഹസിച്ചു. ഫറവോന്റെ കൊട്ടാരത്തിൽ സുരക്ഷിതനായി ജീവിക്കേണ്ട ഞാൻ എന്റെ അതിബുദ്ധി കൊണ്ടാണല്ലോ ഈ വലിയ മണ്ടത്തരം സംഭവിച്ചത്. ജീവിതയാത്രയുടെ മധ്യേ 2 ആൺസന്തതികളും ജനിച്ചു. വാർദ്ധക്യം പടർന്നുപിടിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വയസ്സ് 80ഓളമായി. അന്യന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ദിവസം ഹോരേബ് എന്ന പർവ്വതത്തിലെത്തി. മോശയുടെ കാൽപാദങ്ങളെ വീക്ഷിച്ചുകൊണ്ട് അബ്രഹാമിന്റെ ദൈവം നോക്കിക്കൊണ്ടേയിരുന്നു. കഴിഞ്ഞ 40ഓളം വർഷം ആടുകളെ മേയിച്ചുകൊണ്ട് മലഞ്ചരിവിൽ നടക്കുമ്പോൾ കഠിനമായ വേനലുകളിൽ പാറക്കഷങ്ങൾ തമ്മിൽ ഉരസി വനത്തിൽ തീ ആളിക്കത്തുന്നത് മോശ കണ്ടിട്ടുണ്ട്. അത് അല്പസമയം കഴിയുമ്പോൾ കെട്ടൊടുങ്ങും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷേ ഈ ഒരു രംഗം മോശയെ പിടിച്ചു കുലുക്കി. പടർന്നു നിൽക്കുന്ന ഒരു മുൾപ്പടർ പാളിക്കത്തുന്നു. അത് കെട്ടുപോകുന്നില്ല. ഒരു വലിയ അത്ഭുതം. 80 വയസ്സുള്ള വയോധ്യനായ മോശ തന്റെ ഇടയ വടിയും കുത്തിപ്പിടിച്ച് സമീപത്ത് ചെന്നു. സമീപം ചെല്ലുമ്പോൾ ദൈവം മോശയെ വിളിച്ചു. മോശേ, മോശേ, ഇങ്ങോട്ട് നീ അടുക്കരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. ദൈവശബ്ദം കേട്ട മോശയുടെ കരങ്ങൾ വിറച്ചു. അവൻ വ്യാകുലപ്പെട്ടു നിന്നു. ഒരു പരുവത്തിൽ ഉരിഞ്ഞവന്റെ കാലിലുള്ള ആ തോൽച്ചെരുപ്പ് അവൻ ഊരി എറിഞ്ഞു. അരുളി ചെയ്യണമേ എന്ന മനോഭാവത്തോടെ തകർന്ന ഹൃദയത്തോടെ നോക്കി നിന്നു. യഹോവ സംസാരിച്ചു. 40 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തുകാരനെ തല്ലിക്കൊല്ലുമ്പോൾ മോശയുടെ മനസ്സിൽ കുടിയേറിയ ആഗ്രഹത്തെ ദൈവം ഉണർത്തി. മോശേ, എന്റെ ജനത്തിന്റെ ദുരിതം ഞാൻ കണ്ടു. നീ പുറപ്പെട്ടു പോയി എന്റെ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണം. വ്യാകുലപ്പെട്ട മനസ്സോടെ മോശ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. മോശ തുറന്നു തന്റെ ആത്മസത്യം പറഞ്ഞു. അയ്യോ കർത്താവേ, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യനാണ്. സംസാരശേഷി എനിക്കില്ല. തികച്ചും വയോധ്യനും തികച്ചും ബലഹീനനും തികച്ചും ആശ്രയമറ്റവനും അന്യന്റെ സഹായം കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു പോകുന്നവനുമാണെന്നുള്ള ഉൾബോധ്യത്തിൽ തുറന്നു സമ്മതിച്ചു. ഞാൻ തടിച്ച നാവുള്ള മനുഷ്യൻ. അയ്യോ, എന്നെ വിട്ടൊഴിഞ്ഞു പോകണമേ. എന്റെ ദാസനായ എന്റെ സഹോദരനായ ലേവി അവൻ ശ്രേഷ്ഠനാണ്. 2 അറിവിന്റെ പിന്നിലാണ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്. എന്തെല്ലാം അറിയാമെങ്കിലും ദൈവമക്കളെ, ഈ അറിവ് കിട്ടുന്നവരെ അന്യന്റെ ആടിനെ തീറ്റത്തേ ഉള്ളൂ. ഈ 2 അറിവ്: 1, ഞാൻ ബലഹീനനും തടിച്ച നാവുള്ളവനും; 2, എന്റെ സഹോദരൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ്. ദൈവം പെട്ടെന്ന് ചോദിച്ചു, മോശേ, എന്താ കയ്യിലിരിക്കുന്നത്? മോശ 40ഓളം വർഷം മലഞ്ചരിവുകളിൽ കുത്തി നടന്ന
ഉണങ്ങി വളഞ്ഞൊരു വടിയാണ്. ദൈവം തമ്പുരാൻ അറിഞ്ഞുകൂടെ എങ്കിലും ദൈവം ചോദിച്ചു, എന്ത് കയ്യിലിരിക്കുന്നു? മോശ പറഞ്ഞൊരു വടിയാണ്, താഴെ കിട്ടാട്ട്. പെട്ടെന്നത് താഴെ കിട്ടു. ഇതാ ഒരു വലിയ സർപ്പം പോലെ. ഈജിപ്തിൽ സർപ്പത്തെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. കാര്യം മിസ്രൈമ്യന്റെ ദേവൻ സുഖോവായാണ്. അതൊരു കഴുകനും അതോടൊപ്പം ഒരു സർപ്പവും കൂടെ ചേർന്ന രൂപമാണ്. മോശ ഒന്ന് നോക്കി അധൈര്യപ്പെട്ട് പുറകിലേക്ക് പോയി. അത് പത്തി ഉയർത്തി ഇങ്ങനെ നീ നാടുകയാണ്. മോശ ഒരു ഭാഗത്തും സർപ്പം മറുഭാഗത്തും. ദൈവം പറഞ്ഞു, കൈനീട്ടി പിടിച്ചാട്ട്, കൈനീട്ടി പിടിച്ചാട്ട്. ധൈര്യമില്ലെങ്കിൽ പോലും ധൈര്യം കൊണ്ട് ദൈവവാക്കുകളെ കേട്ടനുസരിച്ച് കയറി പിടിച്ചു. പഴയ വടി ഉണങ്ങിയ കമ്പിഞ്ഞു വന്നു. ശുശ്രൂഷയാകെ മാറി. ദൈവം തമ്പുരാന്റെ പദ്ധതികൾ അങ്ങോട്ട് ആരംഭിച്ചു. അവിടെ നിന്നങ്ങ് യാത്രയായി. 40 വയസ്സുവരെ പിച്ച വെച്ച് നടന്ന ഫറവോന്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ 40 വർഷത്തിന് ശേഷം കയറുകയാണ്. അന്ന് ഫറവോനായിരിക്കുന്നത് റാംസിസാണ്. റാംസിസ് മോശയെ തുറിച്ചു നോക്കി. ഇവനെ എവിടെയോ കണ്ടു പരിചയമുണ്ട്. അവൻ പരിചയപ്പെടുത്തി, രാജകൊട്ടാരത്തിൽ അങ്ങയോടൊപ്പം ജനിച്ചു വളർന്ന മോസസാണ് താൻ. അപ്പോഴേക്കും തന്നെ എടുത്തു വളർത്തിയ ആ ഫറവോന്റെ പുത്രി മരിച്ച് മൺമറഞ്ഞു പോയിരുന്നു. 80 വയസ്സുള്ള ആട്ടിടയനായ മോശയുടെ മുഖത്ത് കണ്ട ദൈവതേജസ്സിന്റെ രൂപത്തിന്റെ മുമ്പിൽ ഫറവോനൊന്ന് ഞെട്ടിവിറച്ചു. ഫറവോന് മോശയെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ശേഷിയില്ല. കാര്യം മോശ ദൈവഭക്തനാണെന്ന് ഒരറിവുണ്ട്. 40 വർഷം ഈജിപ്തിൽ താൻ ആയിരുന്നെന്നും 20 വർഷം മിസ്രൈമിയ സൈന്യത്തിന്റെ അധിപതിയായിരുന്നെന്നും തന്റെ കാലത്താണ് അയൽ രാജ്യങ്ങളെ ആക്രമിച്ചെന്നും റാംസിസിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് റാംസിസ് പെതിയെ പുറകോട്ട് വലിഞ്ഞു. കേറി ചാടിക്കേറി അടിക്കാൻ പോയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ന്യായവിധി മിസ്രൈമിൽ നടമാടാൻ തുടങ്ങി. ഒന്നിനു പിന്നാലെ ഒന്നായി നടമാടി. ഒടുവിൽ അവസാനം റാംസിസ് തിരിഞ്ഞു. അവനൊരു വാക്ക് പറയുന്നുണ്ട്, മോസസ്, ഇനി നീ എന്റെ മുഖം കാണരുത്, കണ്ടാൽ നീ മരിക്കും നിശ്ചയം. ആ രാത്രിയിൽ യഹോവ എഴുന്നേറ്റു മോശയോട് പറഞ്ഞു, ഇനിയും അവന്റെ മുഖം കാണാൻ പോകണ്ട, അടുത്ത പരിപാടി നമുക്ക് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ഞാൻ മിസ്രൈമിലേക്ക് വരുന്ന രാത്രിയാണ്. മിസ്രൈമിയ ദേവന്മാരെ ഞാൻ സന്ദർശിക്കും. മിസ്രൈമിലെ എന്റെ ജനത്തിന്റെ ദുരിതത്തിന് ഞാൻ വിടുവിക്കും. മിസ്രൈമിയ ആദ്യജാതന്മാരെ ഞാൻ സംഹരിക്കും. നീ എന്തു ചെയ്യണോ? നീ പാളയത്തിൽ പുറപ്പെട്ടു പോയി 22 ലക്ഷം അടിമകളുടെ എണ്ണപ്പെട്ട കൂടാരവാതുക്കൽ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ദൈവിക സന്ദർശനം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഊനമില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ എടുക്കണം. 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. സന്ധ്യായാമത്തിങ്കൽ അതിനെ അറുക്കണം. അതിന്റെ രക്തമെടുത്ത കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേക്കണം. അതിന്റെ മാംസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ തിന്നണം. കാലിൽ ചെരുപ്പിട്ട് അരയിൽ വിളിച്ചു മുറുക്കി ആ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ തിന്നണം. രക്ഷ മാത്രമാണ് അവർ വാഞ്ചിക്കുന്നത്, വിടുതൽ മാത്രമാണ് വാഞ്ചിക്കുന്നത്. ഏതൊന്നും കേട്ടനുസരിപ്പാൻ ഒരുക്കമാണ്. 10-ാം തീയതി എടുക്കപ്പെട്ട ആട്ടിൻകുട്ടി 14-ാം തീയതിയോളം കൂടാരവാതുക്കൽ അലറിക്കൊണ്ടേയിരുന്നു. ഈ കൂടാരവാതുക്കൽ നിൽക്കുന്ന ആട്ടിൻകുട്ടി അലർന്ന ശബ്ദം കേൾക്കുമ്പോൾ സമീപം നിൽക്കുന്ന അടിമയുടെ കൂടാരവാതുക്കലും ഒരു ആട്ടിൻകുട്ടി അലറുകയാണ്. 10-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ 4 ദിവസത്തിന്റെ രാവും പകലും അലറി വിളിക്കുന്ന ശബ്ദം കേൾക്കാം. 14-ാം തീയതി വൈകിട്ട് അതിനെ അറുത്തു. അതിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ചു. സംഹാരകൻ മിസ്രൈമിലേക്ക് യാത്രയായി. സംഹാരകന്റെ സാന്നിധ്യം മിസ്രൈമിൽ നിലവിളി ഉളവാക്കി. അവൻ രാജകൊട്ടാരം തുടങ്ങി ആ അടിമയായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളിയുടെ വീട് വരെ കയറി. അവന് ഇസ്രായേലിന് ആരാണ് ആയതുപോലെ ഈ ഈജിപ്തുകാരൻ ആരാണെന്നൊന്നും അറിയത്തില്ല. സംഹാരകനോട് പറഞ്ഞിട്ടുണ്ട്, നീ ചെല്ലുമ്പോൾ തുറിച്ചു നോക്കണം. അവിടെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തക്കറ ഉണങ്ങി കാണുന്നുവോ, നീ ആ വീട് വിട്ടൊഴിഞ്ഞു കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഹാരകന്റെ സന്ദർശനം ഈജിപ്തിലേക്ക് പടർന്നു. ആയിരക്കണക്കിന് ആളുകൾ വീണു മരിച്ചു. എല്ലാ കുടിലിൽ നിന്നും നിലവിളി, ഇസ്രായേലിന്റെ വീട്ടിൽ ആർപ്പുവിളി. രഹസ്യം എന്തെന്നറിയാമോ? ഊനമില്ലാത്തൊരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ രാത്രിയിൽ പെസഹായുടെ രാത്രിയാണ്. സംഹാരകൻ കടന്നുപോയി. ഇസ്രായേൽ രക്ഷ പ്രാപിച്ചു. മശിഹാ മനുഷ്യാവതാരമെടുത്ത് താൻ ലോകത്തിലേക്ക് വരുന്നതിന് 1500 വർഷങ്ങൾക്ക് മുൻപ് മിസ്രൈമിൽ സംഹാരകൻ കടന്നുപോയതിന്റെ ഓർമ്മയുടെ പെരുന്നാളാണ് യഹൂദന് പെസഹ പെരുന്നാൾ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ഈ അന്തിമ അത്താഴത്തിൽ നിന്ന് അതിപ്രധാനമായ 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ ഈ രാത്രിയിൽ നമുക്ക് സമയം പോരാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലൊന്ന് ഓർമ്മയാണ്. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് ഇസ്രായേലിനോട് ചോദിക്കാം, ഇസ്രായേലെ
നീ എന്തിനാണ് പെസഹ പെരുന്നാൾ നടത്തുന്നത്? അവന് ധാരാളം പെരുന്നാളുകൾ മോശ മുഖാന്തരം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ പെസഹയുടെ പെരുന്നാളാണ്. അവരെല്ലാം പറഞ്ഞു കൊടുക്കും. മൂത്ത മോനോട് പറയും, മോനെ 1500 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അപ്പച്ചനും അമ്മയും ഒക്കെ അവിടെ മിസ്രൈമിൽ അടിമയായിരുന്നു. ഫറവോൻ അവനെ ക്രൂരമായി പീഡിപ്പിച്ചു, വേതനമില്ലാതെ അവരെ കൊണ്ട് വേല ചെയ്യിച്ചു. എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഒരു സംഹാരകനെ അയച്ചു. സംഹാരകന്റെ കണിയിൽ നിന്ന് നമ്മുടെ അപ്പന്മാർ രക്ഷ പ്രാപിച്ചു. അതിന്റെ ഓർമ്മയാണ് ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന പ്രിയ ദൈവ വൈദ്യരെ. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പെസഹ കുഞ്ഞാട് തകർക്കപ്പെട്ടു. മാനവരാശി പിശാചിന് അധീനപ്പെട്ട് മരണദൂതന്റെ മൂർച്ചയുള്ള വാളിന്റെ മുൻപിൽ നിന്ന് നിന്റെ പ്രാണനെ രക്ഷപ്പെടുത്തേണ്ടതിന് ഊനമില്ലാത്തൊരു കുഞ്ഞാട് ഗോൽഗോത്തായിൽ തകർക്കപ്പെട്ടു. അവന്റെ രക്തത്തിന്റെ മറവിലാണ് ഞാനും നിങ്ങളും രക്ഷ പ്രാപിച്ചത്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ അത് ഓർമ്മയുടെ ദിവസമാണ്. ഇസ്രായേൽ 1500 വർഷം മുമ്പുള്ളത് ഓർക്കുന്നു, നാമോ 2000 വർഷങ്ങൾക്ക് മുൻപുള്ളത് ഓർക്കുകയാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ ഇങ്ങനൊരു വാക്ക് എഴുതിയിരിക്കുന്നല്ലോ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് കർത്താവായ യേശുവാണ്. സംഹാരകന്റെ കണിയിൽ നിന്ന് രക്ഷ നേടേണ്ടതിന് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ രക്തത്തിന്റെ മറവിലാണ് ഞാനും നിങ്ങളും രക്ഷ പ്രാപിച്ചത്. മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇംഗ്ലണ്ടിലെ ഒരു മിഷണറിയും ദരിദ്രനുമായ D.L. മൂഡിയുടെ ചരിത്രം. ഒരു ദിവസം D.L. മൂഡിയോട് ഒരു ഇംഗ്ലീഷുകാരൻ ചോദിച്ചു, മൂടി, നീ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ എന്തായിരിക്കും നിന്റെ ജോലി? പെട്ടെന്ന് ആ സാധുവായ മനുഷ്യൻ, അവനൊരു ചെരുപ്പ് കുത്തിയായിരുന്നു, കർത്താവ് അവനെ രക്ഷിച്ചു. ഇംഗ്ലീഷുകാരൻ പരിഹാസ ചൊവ്വയോടുകൂടെ ചോദിച്ചു, മൂടി, നീ സ്വർഗത്തിൽ ചെന്നാൽ എന്തായിരിക്കും നീ അവിടെ ചെയ്യുന്നത്? പെട്ടെന്ന് മൂടി ലജ്ജ കൂടാതെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ എന്റെ യേശുവിനെ കാണുമ്പോൾ അവന്റെ കാൽക്കൽ വീണ് അവന്റെ മുറിപ്പാടിൽ ഞാൻ 1000 വർഷം ചുംബിക്കും. ഞാൻ എന്റെ കർത്താവിനോട് പറയും, എന്റെ കർത്താവേ, നിന്റെ കാലിലെ മുറിവാണ് ദരിദ്രനായ മൂടിയെ സ്വർഗത്തിന് അവകാശിയാക്കിയത്. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ആ ദിനത്തിൽ നാമും നമ്മുടെ രക്ഷകനെ കാണുമ്പോൾ ഇത് തന്നെ നമുക്ക് പറയണം, എന്റെ പൊന്നു കർത്താവേ, ഗോൽഗോത്തായിൽ ആ റോമൻ പടയാളി നിന്റെ കാലുകളെ അടിച്ചു തുളച്ചുവോ, ആ മുറിവാണ് പാപിയായ എന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർത്തത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നാം നോക്കിയാൽ മശിഹാ തമ്പുരാൻ തന്റെ അന്തിമ അത്താഴത്തില് അപ്പവും വീഞ്ഞും എടുത്തു കൊടുക്കുക. ആ അപ്പം ജീവന്റെ അപ്പവും ആ വീഞ്ഞ് നിയമത്തിന്റെ രക്തവുമാണ്. ഇന്നും ക്രൈസ്തവ സഭയ്ക്കിടയിൽ അല്ലെങ്കിൽ ആഗോളവ്യാപകമായി പടർന്നു കിടക്കുന്ന കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ആ വീഞ്ഞ് ഒറിജിനൽ രക്തമെന്നാണ്. ആകയാൽ അവർ കൂദാശയിൽ അല്ലെങ്കിൽ ഈ മനോഹരമായ ഈ ശുശ്രൂഷയിൽ, ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷം പെട്ടെന്ന് വാകഴിക്കളയോ കാർക്കിച്ചു തുപ്പുകയോ ചെയ്യത്തില്ല. രഹസ്യം എന്തെന്നറിയാമോ? ഇത് മശിഹായുടെ ഒറിജിനൽ രക്തമെന്നാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ന്യായപ്രമാണത്തിലൊരു വ്യവസ്ഥ പറഞ്ഞു, ഒന്നിന്റെയും രക്തം ഭക്ഷിക്കരുത്, രക്തത്തിലാണ് ജീവനിരിക്കുന്നത്. നീ ആരെങ്കിലും രക്തം ഭക്ഷിച്ചാൽ അത് മൃഗമായാലും മനുഷ്യനായാലും ഞാൻ അവനോട് ചോദിക്കും. ലേവ്യ പുസ്തകത്തിൽ വരുമ്പോൾ മോശ മുഖാന്തരം യഹോവ അരുളി ചെയ്ത പ്രമാണത്തിൽ ഒന്നിന്റെയും രക്തം ഭക്ഷിക്കരുതെന്ന് കർക്കശ നിയമമായി ന്യായപ്രമാണം തല ഉയർത്തി നിൽക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെ അന്ത്യനാളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ പറയുന്നു, ഇതാ വാങ്ങി കുടിപ്പീ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അക്ഷരീയമായ അപ്പവും അക്ഷരീയമായ വീഞ്ഞുമാണ്. ഇതിനു മുന്നോടിയായി പല സംഭവങ്ങളുണ്ട്. പൂർവ്വപിതാവായ അബ്രഹാമിന് ഒരിക്കൽ ഇതുപോലെ ഒരു ശുശ്രൂഷ ലഭിച്ചു. കൽദേരുടെ പട്ടണത്തിൽ നിന്ന് അബ്രഹാം യാത്രയായി. താനിങ്ങനെ വാഗ്ദത്ത കനാനിലേക്ക് പോകുന്നു. യാത്ര മധ്യേ ഒരു ദിവസം ഒരു പുരോഹിതനെ കണ്ടു. വേദപുസ്തകം അദ്ദേഹത്തെ ശാലേം രാജാവെന്നും സമാധാനത്തിന്റെ പ്രഭുവെന്നും മൽക്കിസദേക്കെന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്.
ബൈബിളിൽ 3 പുസ്തകങ്ങളിൽ മാത്രമേ 66 പുസ്തകം ഉൾക്കൊള്ളുന്ന ബൈബിളിലെ 3 പുസ്തകത്തിൽ മാത്രമേ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. 1 സംഭവം, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ. 2 അദ്ദേഹത്തിന്റെ അഭിഷേകത്തെ കുറിച്ചുള്ള പ്രവചനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രമത്തിൽ മശിഹായ്ക്ക് ലഭിക്കുന്ന പൗരോഹിത്യത്തെ കുറിച്ച്, മശിഹ ജനിക്കുന്നതിന് 1000 വർഷം മുമ്പുള്ള ദാവീദിന്റെ പ്രവചനം. അവൻ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ പുരോഹിതനായി. വീണ്ടും നാം കാണുന്നത് ഹെബ്രായ ലേഖനത്തിലാണ്. ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കിസദേക്ക്, ശാലേം രാജാവ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ, വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനുമായ അബ്രഹാം കൽദേറ പട്ടണത്തിൽ നിന്ന് യാത്രയായി. എവിടേക്ക്? കനാനിലേക്ക്. ഈ അബ്രഹാം യാത്ര തിരിക്കുമ്പോൾ കൂടെ സാറായുണ്ട്. പിന്നെ തന്റെ സഹോദരപുത്രനായ ലോത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. പിന്നെ തന്റെ വിചാരകനായ ഏലിയസർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം വളരെ ശ്രേഷ്ഠനാണ്. നമ്മൾ പലപ്പോഴും അബ്രഹാമിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്, എന്നാൽ ഏലിയസറിന് പ്രാധാന്യം കൊടുക്കാറില്ല. ഞാൻ പലപ്പോഴും ഏലിയസറിന് പ്രാധാന്യം കൊടുക്കും. അടുത്ത കാലത്ത് ഒരു കുഞ്ഞിന് പേരിട്ടപ്പോൾ ഞാൻ അവന് ഏലിയസർ എന്ന് പേരിട്ടു. അവനെ ഹോസ്പിറ്റലിൽ വെച്ച് ജനിച്ച് അവന്റെ ആ ഡോക്ടർമാര് അവന്റെ വല്യമ്മടയിൽ കൊടുത്തു. അപ്പോൾ അറബി നാട്ടിൽ നിന്ന് വന്ന ഒരു അറബി, അദ്ദേഹം ഏതോ ആവശ്യത്തിന് എറണാകുളം ഹോസ്പിറ്റലിൽ വന്നതാണ്. ഈ കുഞ്ഞിനെ എടുത്തിട്ട് ചോദിച്ചു, എന്താ പേരെന്ന്, എന്താണ് ഇവന്റെ പേരെന്ന്. പെട്ടെന്ന് ആ അമ്മ പറഞ്ഞു ഏലിയസർ. അദ്ദേഹം ഒന്ന് തുറിച്ചു നോക്കിയിട്ട് ചോദിച്ചു, അബ്രഹാമിന്റെ അസിസ്റ്റന്റിന്റെ പേരാണോ? എനിക്ക് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഇസ്ലാമിക ഭക്തന് അറിയാം ഏലിയസർ അബ്രഹാമിന്റെ ദാസനാണ്. അപ്പൊ ഏലിയസറും ആയതോടൊപ്പം വീട്ടിൽ തന്റെ സമ്പത്തുകളെ സംരക്ഷിക്കുന്ന 318 അഭ്യാസികളും തന്റെ ആട്ടിടയന്മാരും തന്റെ സംരക്ഷണത്തിൽ ഒരു വലിയ സമൂഹമാവും. നമ്മൾ ഈ അബ്രഹാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ മാത്രമാണ് ചിന്തിക്കും. ഒരു വലിയ പ്രഭു യാത്രയായി കൽദേറിന്റെ പട്ടണത്തിൽ ഉരിയാടാത്ത ഊമാ ദൈവങ്ങളെ സേവിച്ച് കൽദേറിന്റെ പട്ടണത്തിൽ അബ്രഹാം പാർക്കുമ്പോൾ തേജോമയനായ ദൈവം തമ്പുരാൻ പ്രത്യക്ഷനായി അബ്രഹാമേ എന്ന് വിളിച്ചുകൊണ്ട് തന്റെ ജീവിത യാത്രയെ ആരംഭിച്ചു. 60ാമത്തെ വയസ്സിൽ ജീവിതം ആ വിശ്വാസയാത്ര ആരംഭിച്ചു. 100ഓളം വർഷം വാഗ്ദത്തത്തിനായി കാത്തിരുന്നു. അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ യാത്ര മധ്യേ ഒരു ദിവസം ഒരാളെ കണ്ടു. എവിടെയോ ഒരു കൂടാരവാതിക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു പുരോഹിതൻ പോകും. അക്കാലത്ത് ഇക്കാലത്തുള്ള പോലെ പുരോഹിതനൊന്നും ഇല്ലല്ലോ. വലിയ മനുഷ്യർ തന്നെ കുറവാണ്. നമ്മളെ ഇക്കാലത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? ജനസംഖ്യ പെരുകിയതോടുകൂടെ ഭയങ്കര ശല്യമാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടില്ല. എന്നെ വിളിച്ചെഴുന്നേപ്പിക്കുന്ന ഒരു പിരിവുകാരനാണ്. എന്റെ പോന്നച്ചായ ഒന്ന് എഴുന്നേക്കണമേ, എന്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ. അവന് നേരെ നിൽക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ 5 പൈസ തരത്തില്ല, നീ എന്റെ ഉറക്കം കെടുത്തിയവനാണ്, അതുകൊണ്ട് തരികയില്ല. കാരണം എന്താ? തൊട്ടടുത്തുള്ള ചാരായ ഷാപ്പിലോട്ട് പോകാനാണ്. എന്നാൽ അക്കാലത്ത് ആളുകൾ വളരെ കുറവാണ്. ആരെങ്കിലും കണ്ടാൽ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? അവൻ വരുന്നെന്നറിഞ്ഞാൽ ഗോദ്രേജിന്റെ താഴിട്ട് പൂട്ടും. കാര്യം ജനസംഖ്യ പെരുകി. അന്നങ്ങനൊന്നുമില്ല. അബ്രഹാം പോവുക, അപരിചിതനായ ഒരു മനുഷ്യൻ പോകുന്നു. അവന്റെ ആ വസ്ത്രധാരണവും മുഖത്തുള്ള ഗാംഭീര്യവും അവന്റെ രൂപവും എല്ലാം കൂടെ കണ്ടപ്പോൾ കനാന്റെ ദർശനമുള്ള അബ്രഹാമിനെ പിടികിട്ടി. ഇവൻ ആരോ വലിയവനാണ്. ഇവനോടി ചെന്നു അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു, യജമാനനെ എന്റെ അടുക്കലേക്ക് വരണമേ. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ അദ്ദേഹം നല്ല പൊക്കമുള്ള മനുഷ്യനാണ്. താടിയും തലമുടിയൊക്കെ ഉണ്ട്. ഉഗ്രൻ തലക്കെട്ടാണ്. നല്ല കുപ്പായമാണ്. ഇടയ്ക്ക് കെട്ടുണ്ട്. പുറയിലൊരു പാണ്ടക്കെട്ടുമുണ്ട്. അടിമുടി നോക്കിയപ്പോൾ ഒരു പുരോഹിതനാണെന്ന് പിടികിട്ടി. ദർശനമുള്ളവർക്ക് ഇതൊക്കെ പിടികിട്ടു. വഴിപോക്കനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ലോത്തിന്റെ വീട്ടിൽ ചെന്നാല് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അബ്രഹാമിന് പിടികിട്ടി. കാര്യം ആ ദർശനത്തിൽ ഈ പൗരോഹിത്യ ക്രമവും അവനറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ അടുക്കൽ വരാമോ എന്ന് ചോദിച്ചു. അബ്രഹാമിന്റെ അടുക്കൽ അവൻ ചെന്നു. എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് അക്കാലത്തോളം ഈ വിശ്വാസ ജീവിതയാത്രയിൽ നേടിയെടുത്ത എല്ലാറ്റിന്റെയും 10-1 ദശാംശമായി കൊടുത്തു. ആദ്യമായി ദശാംശം കൊടുത്തത് അബ്രഹാമാണ്. ആദ്യമായി ദശാംശം വാങ്ങിയത് ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കിസദേക്കാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ഈ ദശാംശം എല്ലാം കൊടുത്തു. എന്നാൽ ശരി, സ്വത്രം എന്ന് പറഞ്ഞ് കൈതിരുമി വിടുകയല്ല. അബ്രഹാം എല്ലാറ്റിനും ദശാംശം കൊടുത്ത് കൈകൂപ്പി നിൽക്കുമ്പോൾ ഇദ്ദേഹം
പാണ്ടക്കെട്ടങ്ങോട്ട് അഴിച്ചു, അതിനകത്ത് അപ്പവും വീഞ്ഞും ഇരിപ്പുണ്ട്. വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ആദ്യമായി അത്താഴം കൊടുത്തത് മൽക്കിസദേക്കാണ്. ആദ്യമായി ഇത് വാങ്ങി ഭക്ഷിച്ചത് നമ്മുടെ അപ്പനായ അബ്രഹാമാണ്. ആദ്യമായി ദശാംശം കൊടുത്തത് അബ്രഹാമാണ്. ഇതാദ്യമായി വാങ്ങിയത് മൽക്കിസദേക്കാണ്. ഇത് ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. വിശ്വാസിയുടെ പിതാവ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പമെടുത്ത് അബ്രഹാമിനെ വെച്ച് നീട്ടി, മുഴങ്കാൽ മടക്കി നിന്ന് അബ്രഹാം അത് വാങ്ങി. അതിനുശേഷം വീഞ്ഞെടുത്തു കൊടുത്തു, അതും അങ്ങ് കുടിച്ചു. അനന്തരം കൈകൂപ്പി നിന്ന് ഇനിയും വല്ലതും ഉണ്ടോ എന്ന്. ഇല്ല, പുരോഹിതൻ അങ്ങോട്ട് എഴുന്നേറ്റു, 2 കരങ്ങൾ ഉയർത്തി, നിത്യനായ ദൈവത്തിന്റെ നാമത്തില് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. കനാന്റെ ദർശനം പ്രാപിച്ച, കൽദേരുടെ പട്ടണം വിട്ട് കനാനിലേക്ക് യാത്ര ചെയ്ത നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ കാലം തുടങ്ങി ഈ അപ്പവും വീഞ്ഞും പുരോഹിതൻ ജനത്തിന് കൊടുത്തു പഠിപ്പിച്ചതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2ാം ഘട്ടമാണ് മിസ്രൈമിൽ ഇതേ സംഭവം. മിസ്രൈമിലെ സംഭവം നാം പഠിക്കുമ്പോൾ ഇസ്രായേലി അബ്രഹാമിന് മൽക്കിസദേക്ക് കൊടുത്ത അപ്പത്തിന്റെ ഓർമ്മയ്ക്കല്ല, പകരം പെസഹായുടെ രാത്രിയുടെ ഓർമ്മയാണ്. പെസഹാ ദിനം അവർ ഓർത്തു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പെസഹാ പെരുന്നാളിന്റെ നാൾ അടുത്തു എന്നും താൻ ഈ ലോകം വിട്ടുപോകേണ്ട സമയം അടുത്തു എന്നും അറിഞ്ഞ് തനിക്കുള്ളവരെ അവസാനം വരെയും താൻ സ്നേഹിച്ചു. അന്തിമ അത്താഴത്തിന്റെ മനോഹര രൂപം സുവിശേഷകൻ അവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്. എന്നാൽ പിൽക്കാലത്തെ ഈ സ്ലീഹന്മാർ ലേഖനം എഴുതുമ്പോൾ ഈ യാക്കോബോ, ഈ യോഹന്നാനോ, പത്രോസോ ഇവരാരും എഴുതിയിട്ടില്ല. ഞാനും അത് അത്ഭുതപ്പെട്ടു പോയി. കർത്താവേ, ഇതൊന്നും എന്താ അവരെഴുതി വെക്കാഞ്ഞത്? എന്നാൽ ഒരു ദിനം യേശു പൗലോസിനോട് നേരിട്ട് പറഞ്ഞു. പൗലോസ് പറയാണ്, ഇത് ഞാൻ ദർശനത്തിൽ കണ്ടതല്ല, ഇതെന്റെ പ്രബോധനമല്ല, ഇതെന്റെ അഭിപ്രായമല്ല, ഇതെന്റെ ആത്മാവ് ഉദ്ദേശിച്ച ഉപദേശമല്ല, പിന്നെയോ ഞാൻ യേശുവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ഇതിന്റെ പിന്നിൽ മറയപ്പെട്ട സത്യമാണ് നാം ചിന്തിക്കേണ്ടത്. ഒന്നാമത് നാം ചിന്തിച്ചല്ലോ, ഇത് ഓർമ്മയുടെ ദിനമാണ്. 1500 വർഷങ്ങൾക്ക് മുൻപ് ക്രൂരനായ ഫറവോന്റെ ആ ഇരുമ്പ് നുകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ടു, അതിന്റെ രക്തത്തിന്റെ മറവിൽ രക്ഷ പ്രാപിച്ചു എന്നുള്ളതിന്റെ ഓർമ്മ ദിനമാണ്. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ആ ഓർമ്മയുടെ വാക്കുകളെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളിൽ പഴയ നിയമ സംഭവം എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും അദ്ദേഹം എടുത്തെഴുതി, നമ്മുടെ പെസഹാ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് കർത്താവായ യേശുവാണ്. മശിഹായുടെ കാൽവറിയിലെ തകർച്ചയാണ് നിത്യ മരണത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്. രണ്ടാമതായി നമുക്ക് നോക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 54 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നു, ഇത് നിത്യജീവനാണ്. ഈ അപ്പം നിത്യജീവനാണ്. യഹൂദന്മാർ തുറിച്ചു നോക്കി. നസ്രേത്തുകാരനായ തച്ചനായ ജോസഫിന്റെ മകൻ, ഇവന്റെ സഹോദരന്മാർ നമുക്കിടയിൽ നിൽക്കുന്നു, ഇവൻ എന്തൊരു ദൈവദൂഷണവും ഇവരെ കേടുപാടാ വിളിച്ചു പറയുന്നത്. ഒരു ദിവസം കർത്താവ് പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല. വളരെ വ്യക്തമായി പറയുന്നു. വായിച്ചാട്ട് യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ആകയാൽ ഈ അന്തിമ അത്താഴത്തിന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട കാരണം, ആ വസ്തുത, നമുക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ ഇത് വേണം. പലരും ഇതിന്റെ ആഴങ്ങളൊന്നും ഗ്രഹിച്ചിട്ടില്ല. ഞാൻ പണ്ട് കറുകച്ചാലിൽ ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ ആ നൂറമാവിനടുത്തുള്ള ആ ഒരു യാത്രാമധ്യ ഒരു പുരോഹിതനെ കണ്ടു. കുപ്പായമാണ്. ഞാൻ പുരോഹിതനോട് ഞാൻ സ്നേഹത്തിൽ എന്തോ കാര്യം സംസാരിച്ചു വന്നപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇതിന്റെ ആഴങ്ങളെയും ഇത് പന്തികെട്ട രീതിയിലെടുത്താ വരുന്ന ശിക്ഷയും കുറിച്ച് പറഞ്ഞു. പകുതിയായപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദർ ജോസേ, വേറെ വിഷയം പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണ് കാര്യം? ഇത് ഞാൻ നിത്യം കൊടുക്കുകയും നിത്യം എടുക്കുകയും ചെയ്യുകയാണ്. ഇതിന്റെ ആഴം കേട്ടപ്പോൾ ഉള്ളിലൊരു വെപ്രാളം. അയ്യോ, ഇതൊക്കെ അറിയാതാണ് ഞാൻ ചെയ്തു പോയത്, അതുകൊണ്ട് ഇനി അതിന്റെ കൂടുതൽ ആഴം പറയണ്ട, നാളെയും കൊടുക്കേണ്ടതാണ്, മനസമാധാനം പോകും. ആകയാൽ ഇത് കൊടുക്കുന്നവരും വാങ്ങുന്നവരും എത്ര
എത്രമാത്രം ഇതിന്റെ ആഴങ്ങൾ അറിഞ്ഞു, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് പ്രാപിച്ചു എന്ന് നോക്കിയാൽ കൈവിരലിൽ എണ്ണാനുള്ളതേ ഉള്ളൂ. ഓർത്തുകൊള്ളണമേ ദൈവമക്കളെ, ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഇത് മശിഹായുടെ കാൽവരി മരണത്തെ ഓർക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ഇരു കള്ളന്മാർക്ക് മധ്യേ ഒരു യാഗമൃഗത്തെ പോലെ തൂക്കപ്പെട്ട് എലോഹി എലോഹി ലമ്മാ ശബഥാനി എന്ന് അലറി പ്രാണനെ വിട്ട മശിഹായുടെ രക്തത്തിന്റെ മറവിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ മഹത്വമേറിയ രക്ഷ പ്രാപിച്ചത്. ആ സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ശക്തിയോടെ വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടാമതായി പറയുന്നു, ഇത് ജീവന്റെ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർക്കേ ജീവനുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ മശിഹായുടെ വാക്ക് കേട്ടു അവർക്ക് വലിയ വെറുപ്പ് തോന്നി. കർത്താവായ യേശുവിന്റെ ശരീരത്തെക്കുറിച്ച് നാം പഠിച്ചാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ മശിഹായുടെ ശരീരത്തെ പല ഭാഗങ്ങളായി സാമ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തില് യേശുവിന്റെ ശരീരത്തെ ഒരു തിരശീലയോട് സാമ്യപ്പെടുത്തി പറയുക. പഴയ നിയമത്തില് ഭക്തനായ മോശ സീനായി മലയുടെ ഉയരത്തിൽ നിന്ന് സ്വർഗത്തിന്റെ മനോഹരത്വം കണ്ടിട്ട് ദൈവത്തിന്റെ നിവാസമായ കൂടാരം പണിയുമ്പോൾ അതിൽ തിരശ്ശീലയുണ്ടായിരുന്നു. ആ മനോഹരമായ തിരശ്ശീലയോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് ഇങ്ങനെ പറയുന്നു, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ജീവന്റെ പുതുവഴി നമുക്ക് തുറന്നതും. കർത്താവായ യേശുവിന്റെ ശരീരം ഇത് വാങ്ങി ഭക്ഷിപ്പീരെന്ന് പറഞ്ഞ് ശിക്ഷകണങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കുകയാണ്. പൗലോസ് പറയുന്നു, ഈ ശരീരം ആ കൂടാരത്തിന്റെ തിരശ്ശീല ഇത് ചീന്തി ഇതിനാൽ ജീവന്റെ പുതുവഴി തുറന്നു. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ യേശുവിന്റെ ശരീരത്തെ ഒരു യാഗമൃഗത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുക. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നിയിൽ വെന്തെരിയുന്ന ഒരു യാഗമൃഗത്തിന്റെ തോലുരിച്ചു വെച്ചിരിക്കുന്ന ആ കണ്ണം മുറിക്കപ്പെട്ട ആ ശരീരത്തോട് സാമ്യപ്പെടുത്തിയാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എന്നാൽ മശിഹാ ജനിക്കുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് അപ്പുറം യെരൂശലേമിൽ ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ ശരീരം ഒരു മനോഹര പാത്രത്തോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. മശിഹാ തമ്പുരാൻ ജനിക്കുന്നതിന് മുമ്പ് തന്റെ തലമുറയിൽ 27 തലമുറയ്ക്കപ്പുറമാണ് മഹാനായ സോളമൻ ജീവിച്ചത്. തന്റെ ആത്മീയ ചൈതന്യമുള്ള നാളുകളിൽ തന്റെ അതിരത്തിൽ നിന്ന് വന്ന മനോഹരമായ സംഗീതങ്ങളിൽ ഒന്നാണ് ഉത്തമഗീത പുസ്തകം. ആ മനോഹരമായ സംഗീതത്തില് മശിഹായുടെ രൂപം പാടുന്നുണ്ട്. അവൻ എത്ര കോമളൻ, 1000-10,000 പേരിൽ അവൻ ശ്രേഷ്ഠൻ. ഭൂമിയിലെ രാജാക്കന്മാരോ രാജകുമാരന്മാരോ പ്രഭുക്കന്മാരോ ആരും തന്നെ അവനോടൊപ്പം സൗന്ദര്യമുള്ളവനായിരുന്നില്ല. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായിരുന്ന മശിഹാ തമ്പുരാനെ നമ്മുടെ പിതാവായ ദൈവം താണലോകത്തിലേക്ക് എറിഞ്ഞു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. യെശയ്യാ പ്രവചനം 53 വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാക്ക്, അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആ വാക്കൊന്ന് വായിക്കാമോ? എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് അവൻ സന്തതി. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ലാറ്റിൻ വാക്കിൽ നിന്ന് ഇംഗ്ലീഷുകാർ കടമെടുത്തൊരു വാക്കാണ് ബ്രോക്കൺ എന്ന വാക്ക്. അതിന്റെ അർത്ഥം തകർക്കപ്പെട്ടു. മൂലഭാഷയിൽ അതിന്റെ വിവർത്തനം നോക്കിയാൽ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് മനോഹര രൂപമായ ഒരു മൺപാത്രം ഉറപ്പുള്ള പ്രതലത്തിൽ വലിച്ചെറിഞ്ഞ് അത് പൊട്ടിത്തെറിച്ചിട്ട് വീണ്ടും പെറുക്കി പഴയ രൂപത്തിൽ കൊണ്ടുവരുവാൻ കഴിയാത്തതിനായിരുന്നു ലാറ്റിൻ വാക്കിൽ ബ്രോക്കൺ എന്ന് കൊടുത്തിരിക്കുന്നത്. അതേ വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗം പാപം ചെയ്ത് സാത്താന്യ സ്വരൂപമായപ്പോൾ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് ദൈവ സ്വരൂപത്തിൽ മടക്കിക്കൊണ്ടുവരുവാൻ ഇപ്പോൾ ദൈവ രൂപത്തിലിരുന്ന പാത്രത്തെ ഗോൽഗോത്തായിൽ എറിഞ്ഞ് തകർത്ത് അവനെ വിരൂപമാക്കി നമ്മെ ദൈവരൂപം നൽകുവാൻ.
നമുക്ക് കിട്ടിയ ദൈവരൂപത്തിന്റെ പിന്നിൽ കർത്താവ് ഒരു വിരൂപമായൊരു രൂപം. കർത്താവായ യേശു ലോകത്തിലിരിക്കുമ്പോൾ യഹൂദ പ്രമാണികളിൽ ഒരുവൻ രക്ഷകനെ കാണാൻ പോയി. ഒരു സന്ധ്യായാമത്തിങ്കൽ റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ നിക്കോദിമോസ് എന്ന പള്ളിപ്രമാണി രക്ഷകനെ കാണാൻ പോയി. ഒലിവുമലയുടെ താഴ്വരയിലിരുന്ന് സംഭാഷണം ആരംഭിച്ചു. സംഭാഷണത്തിനിടയിൽ താൻ ആരാണെന്നും തന്റെ ആഗമന ഉദ്ദേശം എന്താണെന്നും തന്റെ അടുത്ത അവസ്ഥ എന്തെന്ന് പറഞ്ഞിങ്ങനെയാണ്, നിക്കോദിമോസെ, മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. 1500 വർഷങ്ങൾക്ക് മുൻപ് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആഴമേറിയ ചെങ്കടൽ കടന്ന് വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഇസ്രായേലിന്റെ പാപനിമിത്തം പാളയത്തിലേക്ക് പ്രവേശിച്ച അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് ആയിരങ്ങൾ പിടഞ്ഞു വീഴുമ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, മോശേ, നീ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂങ്ങണം. താമ്രം എന്നത് ന്യായവിധിയെയും സർപ്പം എന്നത് ശാപരൂപത്തെയുമാണ്. ന്യായം വിധിച്ചൊരു സർപ്പരൂപം മോശ അവിടെ ഉയർത്തി. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുന്നവർ പാളയത്തിൽ നിന്ന് അവൻ തുറിച്ചു നോക്കി. കൂടാരവാതിക്കൽ ഉയരത്തിൽ നിൽക്കുന്ന കൊടിമരത്തിൽ വികൃത രൂപമായി തൂങ്ങിക്കിടക്കുന്ന താമ്രസർപ്പത്തെ നോക്കിയാൽ മരുഭൂമിയിലെ അഗ്നിസർപ്പത്തിന്റെ വിഷം ഇസ്രായേലിലേക്ക് കടക്കത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാനവരാശിയെ വശീകരിച്ച വഞ്ചകനായ സാത്താന്റെ മൂർച്ചയുള്ള മുള്ളുകളേറ്റ് ആ വിഷപ്പല്ലുകളേറ്റ് പിടഞ്ഞു മരിക്കുന്ന മാനവരാശിയെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നിയിൽ ശാപരൂപമായി വെന്തെരിഞ്ഞ ഒരുവനുണ്ട്. അത് നമ്മുടെ മശിഹായാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് കൃപയാൽ ഈ വിശുദ്ധ രൂപം കിട്ടിയത് അവന്റെ രൂപം തകർന്നതുകൊണ്ടാണ്. മനോഹരമായ മൺപാത്രം എറിഞ്ഞു തകർത്തു, മനോഹരമായ തിരശ്ശീല ചീന്തിക്കളഞ്ഞു, മനോഹരമായ രൂപം തോലുരിച്ചു, ദൈവക്രോധത്തിൽ വെന്തെരിഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ യേശുവിന്റെ ശരീരം പല രീതിയിൽ ബൈബിളിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം വായിച്ചു കേട്ടല്ലോ, കർത്താവായ യേശു പറയുകയാണ്, യഹൂദന്മാരെ, അബ്രഹാമിന്റെ മക്കളെ, ന്യായപ്രമാണം കർക്കശം പാലിക്കുന്നവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളിൽ ജീവനില്ല. ആകയാൽ അന്തിമാത്താഴത്തിന്റെ രണ്ടാമത്തെ സംഭവം നിത്യജീവന്റേതാണ്. ഇത് നിത്യജീവന്റെ അവസ്ഥയാണ്. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവാൻ വിശുദ്ധ സഭയോട് രക്ഷകൻ ആവശ്യപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിന്റെ മാംസം തിന്നുകയും യേശുവിന്റെ രക്തം കുടിക്കുകയും ചെയ്താലേ നമുക്ക് നിത്യജീവനുള്ളൂ. നിത്യജീവനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് പിതാവായ ദൈവം അവനെ ലോകത്തിന് നൽകിയെന്ന് യോഹന്നാൻ തന്റെ രക്ഷാസുവിശേഷത്തിൽ എഴുതി. എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവനില്ല. യഹൂദന്മാർ സഹിച്ചില്ല. തച്ചനായ ജോസഫിന്റെ മകൻ അവന്റെ ശരീരം തിന്നാൻ തരുമോ? അവരെന്താണ് ഈ പറയുന്നത്? കോവിഷ്യരായ അവർ കുനിഞ്ഞു കല്ലെടുത്തു. യേശു അവർക്കിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ആകയാൽ അന്തിമാത്താഴത്തിൽ മശിഹായുടെ ജീവൻ ശിക്ഷണത്തിലേക്ക് പകർന്നതാണ്. പലപ്പോഴും ദൈവമക്കളെ, ഇതിന്റെ ആഴങ്ങളൊന്നും നാം അറിഞ്ഞിട്ടില്ല. നാം അനേക മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. ഇനി ആണ്ടവസാന നാളുകൾ എത്തുമ്പോൾ, ആ തിരുവത്താഴത്തിന്റെ നാളുകൾ അടുക്കുമ്പോൾ നാം ഒന്ന് ഒരുങ്ങി അനുദവിച്ച് പശ്ചാത്തപിച്ച് അതിൽ പങ്കാളിയാകാറുണ്ട്. എന്നാൽ ഇതിന്റെ ആഴം നമ്മൾ എത്ര പേർ ഗ്രഹിച്ചിട്ടുണ്ട്? ഓർത്തുകൊള്ളണമേ, മശിഹായുടെ ക്രൂശ് മരണത്തിന്റെ ഓർമ്മയാണ്. രണ്ടാമത് വായിച്ചല്ലോ, ഇത് നിത്യജീവൻ പകരുന്നതാണ്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല. ഞാൻ പറഞ്ഞല്ലോ, മശിഹായുടെ ശരീരം ഒരു തിരശ്ശീലയ്ക്ക് തുല്യമാണ്. മശിഹായുടെ രൂപം അത് എറിഞ്ഞ് തകർക്കപ്പെട്ട ഒരു മൺപാത്രത്തിന് തുല്യമാണ്. മശിഹായുടെ ശരീരം നല്ല ഒരു അപ്പമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗഭണ്ഡാരത്തിൽ സൂക്ഷിച്ചതും ബേത്ലഹേമിൽ അത് വിതയ്ക്കപ്പെട്ടതും ആയതുപോലെ ഗത്സമന തുടങ്ങി ഗോൽഗോത്ത വരെ പൊടിക്കപ്പെട്ടതും ഗോൽഗോത്തായിൽ എത്തി അത് ഇടഞ്ഞ ശേഷം ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞതുമായ ഒരപ്പമുണ്ട്. അത് ജീവന്റെ അപ്പമാണ്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. വിശുദ്ധന്മാർ ഐക്യത്തിൽ വന്നവരെ, യേശുവിന്റെ ശരീരം ഭക്ഷിക്കുവാൻ, അവന്റെ രക്തത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നമ്മോട് കാണിച്ച കരുണ എത്ര വലിയ!
2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ അവന്റെ ശരീരം ജീവന്റെ അപ്പമായി കൊടുത്തെങ്കിൽ ഈ അന്ത്യനാളിൽ അതിൽ പങ്കാളിയാകുവാൻ ഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാത്രിയിൽ ഇതിന്റെ ആഴമേറിയ സത്യം അറിഞ്ഞ് ദൈവമക്കളെ നാം ദൈവസന്നിധി വിട്ടുപോകാവൂ. ഞാൻ ഈ വിഷയം പ്രസംഗിക്കണോ വേണ്ടായോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. കർത്താവേ, ഇത് സഭയുടെ അടിസ്ഥാന ഉപദേശമാണ്. ഇത് പറയേണ്ടിയിരിക്കുന്നത് കുമ്പനാടാണ്. ഇവിടെ ഭക്തന്മാർ വർഷങ്ങളായി പ്രസംഗിച്ചവരും തളർന്നു, കേട്ടവരും തളർന്നിരിക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ പ്രസംഗം ഞാൻ ഇങ്ങനെ ക്രമീകരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഒരു 1:20 ഒരു പിശാച് എന്റെ അടുക്കൽ വന്നു. പിശാചനോട് പറഞ്ഞു, ഇതൊന്നും അവിടെ പറയാൻ പോകണ്ട, അവിടെ എല്ലാവർക്കും ഉണർവ് പ്രസംഗം ആവശ്യം. ഞാൻ പറഞ്ഞു, സാത്താനെ അത് ഞാൻ ആലോചിച്ച് ചെയ്യാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് അതിന്റെ പ്രത്യേകിച്ച്? അവന് 2 കൈയുമില്ല. 2 കൈയുമില്ലാത്തൊരു പിശാച് വന്നെന്റെ അടുക്ക വന്നെന്ന് സംസാരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നിന്റെ കൈ എന്തിയെ? അത് പണ്ട് കുമ്പനാട്ടുള്ള ഭക്തന്മാർ ആരോ വെട്ടിയതാണെന്ന്. പണ്ട് ഭക്തന്മാർ ഒരുപാട് പേരുണ്ട്, കൈയൊക്കെ വെട്ടി. ദേശത്തിന്റെ അധിപതിയായ പിശാചാണ്. അവന്റെ കൈയൊന്നുമില്ല, കാലൊക്കെ വളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവനെന്റെ അടുക്കൽ ഇങ്ങനെ വന്നു. അപ്പോൾ എന്നോട് ആരോ, നമ്മുടെ ഒരു പാസ്റ്റർ വന്ന് പറയുകയാണ്, ജോസേ, ഇവന്റെ ഈ രൂപമേ ഉള്ളൂ, അകത്ത് പൊള്ളയാണ്, മൊട്ടത്തോട് പോലെയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീ ആ ഭിത്തിയോട് ചേർത്ത് വെച്ചെന്ന് തള്ളി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക, അവൻ പൊട്ടുവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെ ഒരു വെളുത്ത കരം ആ പിശാചിനെ ഭിത്തിയോട് വെച്ച് ഞെക്കാൻ തുടങ്ങി. ഞാൻ പുറകെ ഞെക്കി, 1000 പേര് കൂടി അങ്ങോട്ട് ഞെക്കി. ഇവൻ പൊട്ടി മൊട്ടത്തോട് പോലെയായി. ഇന്ന് രാത്രി സാത്താൻ പൊട്ടും. പിതാക്കന്മാർ അവന്റെ കൈകൾ അറുത്തെറിഞ്ഞു കളഞ്ഞെങ്കിൽ ആത്മാവിൽ ദൈവജനം കാൽവറിയുടെ മഹത്വം അറിയുമ്പോൾ പിശാച് പൊട്ടിത്തകരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴം ഇന്ന് രാത്രി നീ അറിയണം. അത് നിന്റെ ആത്മാവിൽ എഴുതണം. അത് നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കും. സാത്താൻ നിന്റെ കാൽ കീഴെ തകർന്നുടയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് മശിഹായുടെ ഓർമ്മയുടെ ദിനമാണ്. അടുത്തത്, ഇത് നിത്യജീവന്റെ അവകാശമാണ്. യേശുവിനെ ഭക്ഷിക്കണം, യേശുവിന്റെ രക്തം കുടിക്കണം. അത് ജീവന്റെ അപ്പവും നിയമത്തിന്റെ രക്തവുമാണ്. ജീവന്റെ അപ്പമാണ്, അത് നിയമത്തിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം നിയമത്തിന്റെ രക്തമാണ്. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിച്ചു വരുമ്പോൾ മിസ്രൈമിൽ നിന്ന് രക്ഷ തുടങ്ങി കനാന്റെ വിശ്രാമം വരെയുള്ള ചരിത്രം പഠിച്ചാൽ 5 സ്ഥലങ്ങളിൽ ദൈവം അവരോട് രക്തം ആവശ്യപ്പെട്ടു. 5 സ്ഥലങ്ങളിൽ ദൈവം ഇസ്രായേലിനോട് രക്തം ആവശ്യപ്പെട്ടു. ഒന്ന്, മിസ്രൈമിൽ രക്ഷയ്ക്കായി കട്ടളക്കാലിന്മേൽ തേക്കണ്ട രക്തം. രണ്ടാമത്, മോശ സീനായിലേക്ക് പോയി, അവൻ പ്രമാണം വാങ്ങി താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. ഇങ്ങനെ 1000 നിൽക്കുകയാണ്. ഇടത് സൈഡിൽ അഹരോൻ നിൽപ്പുണ്ട്, തൊട്ടടുത്ത് ഏലിയസർ നിൽപ്പുണ്ട്, അപ്പുറത്ത് ഫിനെഹാസ് നിൽപ്പുണ്ട്, ഇവിടെ ജോഷുവ നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങനെ നിരയായി നിൽക്കുന്നു. മോശ ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് കയറി പ്രമാണത്തിന്റെ പുസ്തകങ്ങൾ തുറന്നു. അവൻ വായിച്ചു കേൾപ്പിച്ചു, ഇസ്രായേലേ കേട്ടുകൊള്ളുവിൻ, ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവം ഉണ്ടാകരുത്. പറഞ്ഞു തീർന്നുടനെ ജനമെല്ലാം കൈവൊക്കി പറഞ്ഞു, ആമീൻ കർത്താവേ, അങ്ങനെ തന്നെ, നീയല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. വീണ്ടും അടുത്ത വായിച്ചു, ഇസ്രായേലേ കേട്ടുകൊള്ളുവിൻ, സ്വർഗത്തിലെയോ ഭൂമിയിലെയോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെയോ ഒന്നിന്റെയും വിഗ്രഹം നീ ഉണ്ടാക്കരുത്. പറഞ്ഞു തീർന്നുടനെ ജനം കരങ്ങൾ ഉയർത്തി, ആമീൻ കർത്താവേ, അങ്ങനെ തന്നെ. ന്യായപ്രമാണം വായിച്ചു തീർന്ന ശേഷം മോശ രക്തം എടുത്തുകൊണ്ട് വന്നു. എന്ത് ചെയ്യുന്നറിയാമോ? ആ രക്തം ഇങ്ങനെ അങ്ങോട്ട് മുക്കിയെടുത്തു. ജനത്തിന്റെ മേൽ വാരി ഒരു തളിയങ്ങ് തളിച്ചു. അത്രയും ജനത്തിന്റെ മേൽ വീണ് കാണത്തില്ല. ഇക്കാലത്തെ പോലെ സ്പ്രേയോ അല്ലെങ്കിൽ അടിച്ചു വിടാനുള്ള പമ്പിങ് സെറ്റിങ്ങുകളൊന്നും ഇല്ലല്ലോ. ഭക്തനായ മോശ പ്രമാണം വായിച്ചു കേൾപ്പിച്ചു. ജനമെല്ലാം ആമീൻ എന്ന് പറഞ്ഞ് വിറച്ചു നിൽക്കുമ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്റെ മേൽ വാരി തളിച്ചു. എന്താ? ശേഷിപ്പുള്ള രക്തമെടുത്ത് പ്രമാണ പുസ്തകത്തിലും തളിച്ചു. എന്ത് പറഞ്ഞെന്നറിയോ? ഇസ്രായേലേ കേട്ടുകൊള്ളുവിൻ, നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന യഹോവ നിന്നോട് ചെയ്ത നിയമത്തിന്റെ രക്തമാണിത്. ആ രക്തം ഒഴിച്ചാണ് പ്രമാണം ഉറപ്പിച്ചത്. 1500 വർഷം ഈ പ്രമാണം ഭൂമിയിൽ നിന്നതിന്റെ രഹസ്യം എന്നറിയാമോ? ഇത് രക്തം ഒഴിച്ചാ ഉറപ്പിച്ചത്.
അല്ലാതെ മോശയുടെ കിട്ടി നമ്മൾ മനോരമ ചുട്ടുന്ന പോലെ കഷത്തി ചുരുട്ടി താഴോട്ട് കൊണ്ടുവന്നു കേൾക്കേണ്ടിയവരൊക്കെ കേട്ടോണമേ. അപ്പൊ കുറെ പേര് ഉറങ്ങി, ബാക്കിയുള്ളവർ കേട്ടു. ഇനിയും കേട്ടവനോട് അടുത്തവൻ ചോദിച്ചു, ഈ കച്ചവടം ഒന്നും നടന്നില്ല. ജനം കേട്ടു, ആമീൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ രക്തം എടുത്തു തളിച്ചു. ഇത് നിയമത്തിന്റെ രക്തം. 1500 വർഷം നീക്കപ്പെടാതെ ന്യായപ്രമാണം ഇസ്രായേൽ പാലിച്ചതിന്റെ രഹസ്യം സീനായി മലയുടെ അടിവാരത്തിൽ ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ അവിടെ രക്തം തളിച്ചായി അങ്ങോട്ട് ഉറപ്പിച്ചത്. ബാക്കി രക്തമെടുത്ത് പ്രമാണ പുസ്തകത്തിലും ശേഷിപ്പുള്ള രക്തം ജനത്തിന്റെ മേലും തളിച്ചു. അതാണ് രണ്ടാമത്തെ രക്തം ആവശ്യപ്പെട്ടത്. മൂന്നാമത് രക്തം ആവശ്യപ്പെട്ട എവിടാന്നറിയാമോ? ഇസ്രായേലെ കേട്ടുകൊള്ളണം, ഒരുവനും പാളയത്തിൽ പാപം ചെയ്യരുത്. എന്നാൽ യാദൃശ്യമായി ഒരുത്തൻ പാപം ചെയ്തു പോയാൽ പാപപരിഹാരത്തിനായി പ്രാകാരത്തിൽ സ്ഥാപിച്ച യാഗപീഠത്തിങ്കൽ നീ രക്തം തളിക്കണം. അതായിരുന്നു അടുത്ത. ഒരുത്തനും പാപം ചെയ്യാൻ അനുവാദമില്ല, എന്നാൽ ഒരു പാപിയെ ദൈവം തള്ളത്തുമില്ല. അതാ അത്ഭുതം. ഒറ്റ ഒരുത്തിന് പാപം ചെയ്യാൻ ഒരു യുഗത്തിലും അനുവാദമില്ല, പക്ഷെ ഒറ്റ പാപിയെ ദൈവം തമ്പുരാൻ തള്ളത്തില്ല. അതാണ് അത്ഭുതം. കായീൻ അനുജനെ കൊന്നു. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും, അവനെ തല്ലിക്കൊല്ലണം, തൂക്കിക്കൊല്ലണം. ഇതൊക്കെ ആയിരിക്കും. കായീൻ അനുജനെ കൊന്നു. അനുജന്റെ രക്തം അവിടെ നിന്നുകൊണ്ട് ചേട്ടനെതിരെ നിലവിളിക്കുകയാണ്, കർത്താവേ, ഞാൻ അകാല മരണത്തിൽ മരിക്കേണ്ടി വന്നല്ലോ, ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല, എന്റെ സഹോദരനോട് പ്രതികാരം ചെയ്യണം. ഈ നിലവിളി സ്വർഗത്തിൽ ചെന്നു. ദൈവം നീതിയുള്ളവനാണ്. ദൈവം ഇറങ്ങി വന്നു, നിന്റെ അനുജൻ എവിടെ? ചോദ്യത്തിന്റെ മുമ്പിൽ ആദ്യം പകച്ചു നിന്നെങ്കിലും റൊട്ടാൻ, ഞാൻ എന്താടാ അവന്റെ കാവൽക്കാരനാണോ? നീ അവനെ എന്നെ നോക്കണമെന്നും പറഞ്ഞു എന്റെ കൂടെ അല്ലല്ലോ അവനെ നേഴ്സറി വിട്ടേക്കുന്നത്, ഞാൻ കാവൽക്കാരനാണോ? ദൈവം സ്നേഹത്തോടെ പറഞ്ഞു, കായീൻ, നിന്റെ അനുജന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു, എനിക്ക് നീതിയോടെ വിധിക്കാനൊക്കൂ. അപ്പോൾ കായീൻ ഏറ്റവും ഭയപ്പെട്ടു. അയ്യോ, തിരുസന്നിധിയിൽ നിന്ന് എന്നെ ആട്ടരുതേ, ഞാൻ നിന്റെ സന്നിധി വിട്ട് ഓടിപ്പോയാൽ ആരെങ്കിലും എന്നെ കണ്ടാൽ കൊല്ലും. മരണഭയത്തിനും ദുഷ്ടതയ്ക്കും അടിമപ്പെട്ടവൻ ദൈവസന്നിധി വിട്ടുപോയാൽ താൻ മരിക്കുമെന്നുള്ള ഭയമുണ്ടായപ്പോൾ ദൈവം തമ്പുരാൻ നെറ്റിയിൽ ഒരൊറ്റ തൊടിയിലങ്ങോട്ട് പെട്ടെന്നൊരു തൊടിയിൽ തൊട്ടു. 7 ശിഖരങ്ങൾ അങ്ങ് ചിതറി. കായീൻ, പൊയ്ക്കൊള്ളുക, ആരെങ്കിലും നിന്നെ കൊന്നാൽ ഞാൻ അവനോട് 7 ഇരട്ടി പ്രതികാരം ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം തമ്പുരാന്റെ പദ്ധതി അവനെ തല്ലിക്കൊന്നു വല്ല ചേനയ്ക്ക് വളമാക്കി ഇടേണ്ടതിന് പകരം അവന്റെ നെറ്റിയിൽ അടയാളം ഇട്ടിട്ട് ആരെങ്കിലും കൊന്നാൽ 1 അല്ല 7 ഇരട്ടി ചോദിക്കുമെന്ന്. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഒരു പാപിയും തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഏതൊരു പാപിയും പശ്ചാത്തപിച്ചാൽ സ്വർഗം അവന് വേണ്ടി വാതിൽ തുറക്കും. അതിന്റെ അടയാളമാണ് കായീന്റെ നെറ്റി. അവൻ പോകുന്നിടത്തെല്ലാം മൃഗങ്ങൾ കണ്ടാൽ ഉടനെ പറയും, ഒരു കടുവ കണ്ടാ പറയും, എടാ അവന്റെ നെറ്റിയിലെ മാർക്ക് കണ്ടില്ലടാ, അവനെ തൊട്ടാൽ തമ്പുരാൻ നമ്മളെ പുകയ്ക്കുമെടാ. ഒരു കാട്ടാന കണ്ടാൽ ഒഴിഞ്ഞു പോകും, ഒരു ചെകുത്താൻ കണ്ടാൽ ഒഴിഞ്ഞു പോകും. അടയാളം ദൈവ സംരക്ഷണത്തിന്റെ അടയാളമാണ്. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിന് ഒരു വിധത്തിലും രക്തം പാപം അനുവദിച്ചിട്ടില്ല. യാദൃശ്ചിയാൽ പാപം സംഭവിച്ചു പോയാൽ അവൻ എന്ത് ചെയ്യണം? രക്തം പ്രായശ്ചിത്തമായി അർപ്പിക്കണം. ഇനി അടുത്ത രക്തം ആവശ്യപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനാണ്. പല ഭാഗത്തും ദൈവം രക്തം കൊണ്ടുവരാൻ പറയുകയാണ്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിനായുള്ള രക്തം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുത്തൻ കുഷ്ഠരോഗിയാണ്. പുരോഹിതൻ വന്നിങ്ങനെ നോക്കി, എന്തോ ബ്ലേഡ് വെച്ചോ കത്തി വെച്ചോ കണ്ട് ചുരണ്ടി നോക്കിയപ്പോൾ ചള്ളയും ചോക്കും കുമ്മായും ഒന്നും പറ്റിയതല്ല. അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു, ഇവനെ കുഷ്ഠരോഗിയാണ്. അപ്പൊ അവൻ പൊതിഞ്ഞു കെട്ടി പുറത്തു പോക്കോണം, പാളയത്തിന്റെ പുറത്ത്. അർത്ഥനാഥന, യഹൂദൻ ധരിക്കുന്ന എല്ലാ വസ്ത്രവും ധരിക്കാനൊക്കത്തില്ല. അശുദ്ധനെന്ന് ഇങ്ങനെ ഏറ്റു പറഞ്ഞോണം. പിന്നെ പാളയത്തിന്റെ പുറത്ത് നടന്നോണം. പാളയത്തിന്റെ പുറത്ത് എറിഞ്ഞു കളയുന്ന എന്താന്ന് വെച്ചാൽ അവൻ എടുത്തു ഭക്ഷിച്ചോണം. ആലയത്തിൽ വരരുത്, വീട്ടിൽ കയറരുത്, ഭാര്യയുടെയും മക്കളുടെ അടുക്കൽ വരരുത്. ഇതെല്ലാം നിത്യപ്രമാണമാണ്. കുറെ നാൾ കഴിഞ്ഞ് അവന്റെ കുഷ്ഠം പോയെന്നിരിക്കട്ടെ, അവൻ ആളയച്ചു പുരോഹിതനോട് പറഞ്ഞു, അച്ചോ എന്റെ കുഷ്ഠം പോയച്ചോ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? അച്ഛൻ പതിയെ കൂടാ വാതുക്ക വരും, പാളയ വാതുക്കൽ വരും. വാടാ അവറാച്ച ഇങ്ങോട്ടെന്ന് പറയും, കൈ കാണിറാന്ന് പറയും. അവറാച്ച മൊത്തം കൈ കൂടി ഇങ്ങനെ കാണിക്കും, ചിരണ്ടി നോക്കൂ, പോയി കുഷ്ഠം പോയി. അപ്പൊ ഇനി അടുത്ത പ്രമാണം, ശരീരം മുഴുവൻ അങ്ങോട്ട് ക്ഷൗരം ചെയ്ത് ഒരു പാപയാഗം അർപ്പിച്ച് നീ കുളിച്ച് അകത്തോട്ട് കയറണം. ഇനി അകത്തോട്ട് കയറാൻ നേരം ഈ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാമോ? 2 പാത്രം കൊണ്ടാണ് വരുന്നത്. ഒരു പാത്രത്തിൽ എണ്ണ, ഒരു പാത്രത്തിൽ രക്തം. ആ രക്തം ഇങ്ങോട്ടെടുത്ത് ആദ്യം അവന്റെ വലതുകാതിൽ ഒരു റൗണ്ട് അങ്ങ് വരയ്ക്കും.
ഇവിടെ അധ്യാപകരൊക്കെ ഇങ്ങനെ സീറോ വരയ്ക്കുന്ന പോലെ കൈവിരലെ നമുക്ക് റൗണ്ട് വരയ്ക്കും. അതിനുശേഷം കൈവിരലിന്റെ പെരുവിരലിലോട്ട് വെക്കും. ബാക്കി കാലിന്റെ വലത് കാലിന്റെ പെരുവിരൽ. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിലാണ് കൂടുതൽ പവർ എന്നറിയാം. വലത് കാതിന്റെയും വലത് കൈയുടെയും വലത് കാലിന്റെയും പെരുവിരലിൽ പുരട്ടും. ബ്ലഡ് കോട്ടിങ്. ഇനി അടുത്ത എന്ത് അറിയാമോ? ഓയിൽ എടുത്ത് രണ്ടാമതൊരു കോട്ടിങ് ആണ്. ആദ്യം രക്തം തേച്ചു അതങ്ങോട്ട് ഉണങ്ങി പറ്റിയാൽ ഉടനെ രണ്ടാമത് എണ്ണ കയ്യിലോട്ട് വെച്ച് കട്ടം കറക്കും. ഇപ്പൊ ഒരു പുതിയ ബന്ധിക്കോസ് ഉടങ്ങി എണ്ണ തേച്ച് തിരുമ്മി പ്രാർത്ഥിക്കുന്ന ബന്ധിക്കോസ്. ഈ അടുത്ത കാലത്ത് അത് പോയി കണ്ട ഒരാളെന്നോട് എന്റെ പൊന്നച്ചായ 12 മണിക്ക് ആരാധന തീരും, 3 മണിക്ക് പിരിഞ്ഞു പോകും. ഞാൻ ചോദിച്ചു എന്താ പരിപാടി? 5 കിലോ എണ്ണ വേണം ഡെയിലി തിരുമാൻ. പ്രത്യേക പാന്റും പ്രത്യേക യൂണിഫോം ഇട്ടൊക്കെ അങ്ങ് വിശ്വാസത്താൽ തിരുമുക. പണ്ടങ്ങാണ്ട് യാക്കോബ് പറഞ്ഞു, രോഗിയായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവൻ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ഇത്രയും പൂശുമെന്ന് യാക്കോബ് ചിന്തിച്ചു കാണുക. ഈ 5 കിലോ എണ്ണ തല തുടങ്ങി കാൽപാദം വരെ പൂശൊന്നുമില്ല. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഒരാളെ അവിടെ വിട്ടതാ. വിട്ടിട്ട് മടങ്ങി വന്ന ആള് പറയാ, 5 മണിക്കും തീരത്തില്ല, ഒരു 5 കിലോ എണ്ണ വേണ്ടി വരും, മൊത്തം തിരുമോട് തിരുമാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ പഴയ നിയമത്തില് ഈ കുഷ്ഠരോഗിയുടെ കാതേൽ എന്ന് പുരട്ടും, കയ്യേലും കാലേലും കാതേലും പുരട്ടും. ഇതാണ് അടുത്തത്. ഇനി അടുത്ത രക്തം എവിടെയാണെന്നറിയാമോ? വീണ്ടെടുപ്പിന് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും. 7-ാം മാസം 10-ാം തീയതി അവൻ അതിവിശുദ്ധ സ്ഥലത്ത് പോയി 7 പ്രാവശ്യം രക്തം തളിച്ച ഇസ്രായേൽ ജാതിക്ക് ഒരാണ്ടിലേക്കുള്ള വീണ്ടെടുപ്പ് നൽകും. രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പോകുന്ന പുരോഹിതൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ ജനത്തിന്റെ പാപം ക്ഷമിക്കണമേ. പുറത്ത് നിൽക്കുന്നവര് പ്രാർത്ഥിക്കും, കർത്താവേ അഭിഷേകത്തിന്റെ അപേക്ഷ കേൾക്കണമേ. ജനത്തിന്റെയും പുരോഹിതന്റെയും രക്തത്തിന്റെയും അപേക്ഷയുടെ പിന്നിൽ ഒരാണ്ടിലേക്കുള്ള വീണ്ടെടുപ്പ് കിട്ടും. ആകയാൽ മിസ്രൈമിൽ നിന്നുള്ള വിടുതലിന്, ന്യായപ്രമാണത്തിന്റെ ഉറപ്പീരിന്, പ്രായശ്ചിത്തത്തിന്റെ പരിഹാരത്തിന്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്, ഇങ്ങനെയാണ് പഴയ നിയമത്തിൽ രക്തം ആവശ്യപ്പെട്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ രക്തം ഭക്ഷിപ്പാൻ അനുവാദമില്ല. മശിഹാ തമ്പുരാൻ തന്റെ പരിശുദ്ധ രക്തം നൽകി തന്റെ ജീവൻ നമ്മിലേക്ക് പകർന്നു. ആകയാൽ യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും ഭക്ഷിച്ചാലേ നമുക്ക് ജീവൻ പ്രാപിപ്പാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. ഇതിന്റെ അടുത്ത വശം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നല്ലൊരു വാക്കുണ്ട്. കർത്താവായ യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നാം നോക്കിയാൽ ഇവരെല്ലാം സാധുക്കളായ മനുഷ്യരായിരുന്നെങ്കിലും പുതിയ യെരൂശലേമിന്റെ കല്ലുകളായിരുന്നെങ്കിലും ഇവരുടെ ജീവിത രീതിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പല നിലവാരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നാം നോക്കിയാൽ കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി പറയുന്നത് യേശു ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകി. അവിടെ ഒരു നല്ല വാക്കും. അപ്പോസ്തലന്മാരിൽ അതീവ ശ്രേഷ്ഠനായ പത്രോസ് കർത്താവിനോട് സംസാരിക്കുകയാണ്. അന്തിമ അത്താഴത്തിന്റെ നാളായി 12 ശിഷ്യന്മാരും ഇരിക്കുകയാണ്. അവർ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും ഭരിക്കുന്ന ആ മനോഹര രൂപം മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് ഇവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ അവർക്കിടയിൽ ഒരുവൻ എഴുന്നേറ്റ് കൂടി വന്നവരുടെ കാലുകൾ കഴുകണം. ആരാദാസൻ. പത്രോസ് ചിന്തിച്ചു യോഹന്നാൻ കഴുകട്ടെ, യോഹന്നാൻ ചിന്തിച്ചു അന്ത്രയോസ് കഴുകട്ടെ, അന്ത്രയോസ് ചിന്തിച്ചു പീൽപ്പോസ് കഴുകട്ടെ. ആരും എളിമപ്പെട്ടവരല്ല. പരസ്പരം നോക്കി നിൽക്കുന്നു. സമയം മുൻപോട്ട് കടന്നു പോകുന്നു. പെസഹായുടെ ഓർമ്മ പെരുന്നാൾ ഇസ്രായേൽ എമ്പാടും കൊണ്ടാടുന്നു. മശിഹ എല്ലാവരെയും തുറിച്ചു നോക്കി. ആരുമില്ല എളിയവരായിട്ട്. പെട്ടെന്ന് മശിഹ അങ്ങോട്ട് എഴുന്നേറ്റു. തന്റെ നിലയങ്കി അങ്ങോട്ട് ഊരിവെച്ചു. അരയിലൊരു തോർത്ത് ചുറ്റി ഒരു പാത്രം വെള്ളവുമായി ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. പത്രോസിന്റെ ഉള്ളം അങ്ങോട്ട് ഉരുകാൻ തുടങ്ങി. ഭയങ്കര മാനസിക സംഘർഷം. കാല് നീട്ടിയിരിക്കുന്ന യാക്കോബിനെ സൂപ്പ് ഇട്ട് കൊടുത്താൽ കുടിക്കാനുള്ള വൈരാഗ്യത്തോടാണ് പത്രോസ് നോക്കുന്നത്. എന്തായാലും ഓരോരുത്തരുടെ ഊഴം കഴിഞ്ഞു. പത്രോസിന്റെ അടുക്കൽ വന്നു. അവൻ ചാടി എഴുന്നേറ്റു. അവൻ കർക്കശമായി പറഞ്ഞു, കർത്താവേ ഒരു കാരണവശാലും എന്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പാവപ്പെട്ട പത്രോസാണേ. ഇപ്പൊ കർത്താവിന് ഈ പത്രോസിന്റെ ചാട്ടവും മറിച്ചിലൊന്നും വലിയ ടെൻഷനുള്ള കൂട്ടത്തിലല്ല. പിൽക്കാലത്തും ഏറ്റവും ശ്രേഷ്ഠനാക്കിയത് അദ്ദേഹത്തെ തന്നെയാണല്ലോ. നല്ല മനുഷ്യനാണ്. പത്രോസിനെ ഒരൊറ്റ നോട്ടം നോക്കി. പത്രോസ് പറഞ്ഞു. ഇപ്പൊ ശിഷ്യന്മാരെല്ലാം പേടിച്ചു പോയി. അവരെല്ലാം മിണ്ടാതിരുന്നു. ഇവ മാത്രം എഴുന്നേറ്റ് ആകെ വികടമായി. 12 പേരിൽ 11 പേരും മിണ്ടാതിരിക്കുകയാണ്. ഇദ്ദേഹം എഴുന്നേറ്റ് വളരെ കർക്കശമായി പറഞ്ഞു, എന്നാ വന്നാലും നീ എന്റെ കാല് കഴുകാൻ സമ്മതിക്കത്തില്ല. രക്ഷകൻ സ്നേഹത്തോടെ, കരുണയോടെ, അനുകമ്പയോടെ, ആ വിശുദ്ധീകരണത്തിന്റെ ആഴമുള്ള മനോഭാവത്തോടെ പത്രോസിനെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, പത്രോസേ
ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുപ്രാപിപ്പാൻ സാധ്യമല്ല. ദൈവമക്കളെ, ഇതൊരു വിശുദ്ധീകരണത്തിന്റെ ശുശ്രൂഷയാണ്. ദൈവം കഴുകിയാലേ മനുഷ്യൻ വിശുദ്ധനാകും. നമ്മൾ എത്ര മിടുക്കരാന്ന് പറഞ്ഞാലും ദൈവം തമ്പുരാൻ കഴുകിയല്ലാതെ നമ്മൾ വിശുദ്ധരാകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ അന്തിമത്താഴത്തിൽ പങ്കെടുത്ത് നാം അതിങ്ങനെ ഭക്ഷിച്ച് ആ ദിനം ഓർക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ആഴം ഗ്രഹിച്ചിട്ടുണ്ടോ? മെസ്സിഹാ തമ്പുരാൻ പറയുന്നു, ചില ഭാഷകളുടെ ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നത് പങ്കു ഓഹരിയും എന്നാണ്. ഞാൻ നിന്റെ വായിച്ചാട്ടൊന്ന് യോഹന്നാൻ 13:18. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവം നമ്മെ കഴുകണം. ദൈവം കഴിയാലേ മനുഷ്യൻ വിശുദ്ധനാകും. നന്നായി അതങ്ങ് അറിഞ്ഞുകൊള്ളണമേ. പത്രോസ് കേട്ടപാട് തനിക്ക് യോഗ്യതയില്ലെന്നും തനിക്ക് ഇവിടെയും നിത്യതയിലും പങ്കില്ലെന്ന് കേട്ടു. ആ എഴുന്നേറ്റ പത്രോസ് അതേ സ്പീഡിൽ താഴോട്ടിരുന്നു. അടുത്ത വാക്ക് ഏതാണെന്നറിയാമോ? കർത്താവേ, നീ എന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് പങ്കുപോകരിയുമില്ലയോ? കർത്താവ് പറഞ്ഞില്ല, ശീമോനെ, ഇല്ല. അപ്പൊ അടുത്ത വാക്ക്, അങ്ങനെയാണെങ്കിൽ എന്റെ കൈയും എന്റെ കാലും എന്റെ തലയും ഒന്ന് കഴുകണമേ. വിശുദ്ധീകരണത്തിന്റെ വാഞ്ച നോക്കിക്കോണേ. കഴിയാലേ സ്വർഗത്തിൽ പോകത്തുള്ളെന്ന് കേട്ടപ്പം പറയാ, എന്റെ കയ്യിലിരിപ്പും ശരിയല്ല, എന്റെ തലയിലെ നിരൂപണവും ശരിയല്ല, എന്റെ നടപ്പും ശരിയല്ല. ബാക്കി ശിഷ്യന്മാർക്ക് ആർക്കും ആ വെളിപ്പാടില്ല. ഇതേ ഒറ്റ കരച്ചിൽ കരഞ്ഞു, എന്റെ കൈയും കാലും തലയും കൂടെ കഴുകണമേ, കാരണം നീ കഴിയാലേ ഞാൻ ശുദ്ധനാവൂ. ഹല്ലേലൂയ! പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രി നീ അറിഞ്ഞുകൊള്ളണമേ, ദൈവം കഴിയാലേ നീ വിശുദ്ധനാകൂ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. രാത്രി നമുക്ക് കർത്താവിന്റെ അടുക്കൽ പോകണം. കർത്താവേ, നീ എന്നെ കഴുകണമേ. കർത്താവ് കഴിയാലേ നാം വിശുദ്ധരാകൂ. പത്രോസ് ആ വിശുദ്ധിയുടെ ആഴം അറിഞ്ഞപ്പോൾ രക്ഷകന്റെ അടുക്കൽ ചെന്നു. ശിഷ്യഗണങ്ങളുടെ കാലുകൾ മാത്രം കഴുകി. ആ കാലുകൾ കഴുകുന്നതിനിടയിൽ രക്ഷകൻ പറയുന്ന വാക്കുകളാണ് അത്ഭുതം. ഞാൻ പറഞ്ഞല്ലോ, ഈ മഹത്വമേറിയ ശുശ്രൂഷയിൽ അതിമഹത്തേറിയ 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, മശിഹായുടെ ക്രൂശ് മരണം. ഇത് ഓർക്കുകയാണ്. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട രാത്രി അവർ ഒരിക്കൽ കൂടെ ഓർക്കുകയാണ്. അടിമത്തത്തിന്റെ ചങ്ങലകളെ തകർത്തുകൊണ്ട് മിസ്രൈമിനെ കൊള്ളയിട്ട് അവന്റെ വെള്ളിയോടും പൊന്നിനോടും കൂടെ ഞങ്ങളുടെ അപ്പന്മാരെ വിടുവിച്ച ദൈവമേ, ഞങ്ങളുടെ അപ്പന്മാരുടെ വിടുതലിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്, നീ ഞങ്ങൾക്കായി അറുക്കപ്പെട്ടുവോ എന്നുള്ളതിന്റെ ഓർമ്മയായിരുന്നു ആ പെസഹായുടെ ദിനം. രണ്ടാമതായി നാം ചിന്തിച്ചല്ലോ, അത് നമ്മുടെ ജീവനാണ്. ദൈവത്തിന്റെ ആ യേശുവിന്റെ ശരീരമായ ആ അപ്പവും ആ രക്തവുമാണ് എനിക്കും നിങ്ങൾക്കും ജീവൻ നൽകിയത്. നമുക്ക് നല്ല ജീവനുള്ളവരായിരിക്കണം. ആ കാര്യം നന്നായി അറിഞ്ഞുകൊള്ളണം. യേശുവിന്റെ രക്തം നമ്മളിൽ ഒഴുകിയെത്തിയപ്പോൾ നമുക്ക് നല്ല ജീവനുണ്ട്. പത്രോസ് പറയുക, രക്തത്താൽ തളിക്കപ്പെട്ടവർ, രക്തത്താൽ തളിക്കപ്പെട്ടവരും നിത്യജീവനായി വിളിക്കപ്പെട്ടവരെന്നാണ് കൃപായുഗ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്. അതിലുപരി ദൈവമക്കളെ, ദൈവം വിശുദ്ധീകരിച്ചാലേ മനുഷ്യൻ വിശുദ്ധനാകൂ. നാം നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഹൃദയപരമാർത്ഥതയോടെ പറയേണ്ട വിഷയം ഇതാണ്, എന്റെ പൊന്നു കർത്താവേ, നീ എന്നെ കഴുകണമേ. പത്രോസ് പറഞ്ഞു, നീ എന്നെ കഴുകണമേ കർത്താവേ, നീ എന്നെ കഴുകണമേ, നീ എന്റെ കൈയും കാലും തലയും കഴുകണമേ. എന്റെ ഹൃദയ നിരൂപണങ്ങളും എന്റെ കാലടികളും എന്റെ പ്രവൃത്തികളും വിശുദ്ധമല്ല, നീ എന്നെ കഴുകണമേ. അപ്പോൾ ദൈവം കഴുകിയാലേ മനുഷ്യൻ വിശുദ്ധനാകും. എന്തെല്ലാം കഴുകണം? ഒരു ദിവസം പ്രവാചകനായ എസ്കേൽ ഇസ്രായേലിനോട് പറയുകയാണ്, ഇസ്രായേലേ, നിന്റെ ആരംഭത്തെ കുറിച്ച് ഞാൻ പറയാം. എസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസ്രായേലിന്റെ ആരംഭത്തെ കുറിച്ച് പറയുകയാണ്. നീ എന്ന് കേട്ടുകൊള്ളണം, നിന്റെ ആരംഭം എങ്ങനെയെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ ധാർമ്മികതയുടെ ബന്ധത്തിന്റെ പിന്നിൽ ആ കുഞ്ഞിന് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യവും ചെയ്യാതെ നിന്നെ പുറംപറമ്പിൽ എറിഞ്ഞുകളഞ്ഞു. നീ രക്തത്തിൽ കിടക്കുകയായിരുന്നു. ഞാൻ നിന്റെ അടുക്കൽ കൂടെ കടന്നുപോയി. നീ രക്തത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ നിന്നെ എടുത്ത് നിന്റെ രക്തക്കറകളെ കഴുകിക്കളഞ്ഞു. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കള്, ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, പാരമ്പര്യത്തിന്റെ ശാപങ്ങളെ, പാരമ്പര്യത്തിന്റെ രക്തക്കറകളെ ഇന്ന് രാത്രി കഴുകി നീ എന്നെ വിശുദ്ധീകരിക്കണമേ.
അവിടെ പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ കൂടെ കടന്നുപോയി, നീ രക്തത്തിൽ കിടക്കുകയായിരുന്നു, ഞാൻ നിന്നെ രക്തത്തിൽ നിന്ന് വലിച്ചെടുത്തു, നിന്റെ രക്തക്കറകളെ കഴുകിക്കളഞ്ഞു. ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, ഒരാണ്ട് അവസാനിക്കുന്ന കർത്താവേ, നീ എന്നെ കഴുകണമേ. രണ്ടാമത് കഴുകേണ്ടത് ഹൃദയത്തെയാണ്. ദാവീദിന്റെ അടുക്കൽ നാഥാൻ ചെന്ന് ദാവീദ് കാണിച്ചു കൂട്ടിയ ആ വികൃതത്തെ വരച്ചു കാട്ടി. ദാവീദ് തെറ്റ് സംഭവിച്ചു, ആരും അറിഞ്ഞിട്ടില്ല, ആരോരും അറിഞ്ഞിട്ടില്ല, യോവാബ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഊരിയാവ് ചത്തും പോയി. യോവാബ് സഹോദരപുത്രനാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, മാസമെട്ടായി. അവൻ അതിന്റെ ഇടയ്ക്ക് ബേർശേബ ഭർത്താവ് മരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പം ബോർഡറിൽ യുദ്ധക്കളമാടി, അങ്ങനെ സംഭവിക്കൂടി ഇങ്ങനെ സംഭവിക്കൂടി എന്ന് പറഞ്ഞൊരു ആശ്വാസമൊക്കെ പറഞ്ഞു. ഇങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. ആരും കണ്ടില്ലെന്ന് കരുതിയിരുന്നു, പക്ഷെ ദൈവം തമ്പുരാൻ കണ്ടു. അവിടെയാണല്ലോ ഈ കുഴയുന്നത്. ആരും കണ്ടില്ലെന്ന് കണ്ട്, ആരോരും അറിയാതെ അഡ്ജസ്റ്റ് ചെയ്ത് ദാവീദിന്റെ സംഭവം ദൈവം തമ്പുരാൻ കണ്ടു. ഊരിയാവിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലെന്ന് കണ്ടു. 8 മാസം കഴിഞ്ഞ് ദൈവം അങ്ങ് എഴുന്നേറ്റു, നാഥാനെ അടുക്കലയച്ചു. ഭക്തനായ നാഥാൻ, പിന്നെ അങ്ങേർക്കൊരു ഗുണമുണ്ട്, പറഞ്ഞാൽ അങ്ങ് കേൾക്കും. ഈ സൂത്രവും തന്ത്രവും ഉപായവും ഈ തന്ത്രവേലകളൊന്നുമില്ല. നാഥാൻ വന്ന് നേരിട്ട് പറഞ്ഞാൽ ഇത് ഏക്കത്തില്ലെന്ന് നാഥാൻ അറിയാം. അതിന് നാഥാൻ ആട്ടിടേന്റെ കഥ പറഞ്ഞു. ബാല്യകാലം മുതലേ ഇശായുടെ ആടുമേടിച്ച് കുഞ്ഞാടുകളെ തോളത്തെടുത്ത് സിംഹത്തിനെയിൽ നാടിനെ വലിച്ചെടുത്തവനാ ദാവീദ്. നല്ലൊരു ഉപമ പറഞ്ഞു കൽപ്പിച്ചു. ആ ഉപമയുടെ ആഴം അങ്ങോട്ട് കത്തി. നാഥാൻ വരുന്ന കണ്ടപ്പോഴേ ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കൊടുത്തു. പ്രവാചക ഇരുന്നാട്ട്, എന്തുണ്ട് വിശേഷം? ദാവീദേ, നീ അറിഞ്ഞോ, യെരൂശലേമിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. എന്താ സംഭവം? സമ്പന്നനായ ഒരുവനും ദരിദ്രനായ ഒരുവനും ഉണ്ടായിരുന്നു. സമ്പന്നൻ ബഹുസമ്പന്നനാണ്, ഒത്തിരി ആടുമാടും ഒക്കെ ഉണ്ട്. ദരിദ്രൻ പാവപ്പെട്ടവൻ, അവനൊരു കുഞ്ഞാടേ ഉള്ളൂ. ഒരു ദിവസം ധനവാന്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നു. എന്നിട്ട് എന്തായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്തായി എന്ന് ചോദിച്ചിട്ട് അവസാനം പറഞ്ഞു, ആയതെല്ലാം കുന്തമായിരിക്കുകയാണ്, നിന്റെ നെഞ്ചത്തോട്ട് കയറാൻ പോവാന്ന് പറഞ്ഞു. കേട്ടപാടെ വയറ് കത്തി. അയ്യോ, എന്താ സംഭവം എന്ന് ചോദിച്ചു. അത് സംഭവം ഇന്നതാണ്, ദുർമോഹത്തിന് നീ വാതിൽ കുറന്നു, ദരിദ്രൻ എന്റെ ആടിനെ കൊന്നു. കേട്ടപാടെ വസ്ത്രം കീറി അകത്തവർന്നു പോയി. ന്യായപ്രമാണം മുഴുവൻ തപ്പി. പണ്ട് കുറച്ചൊക്കെ അറിയാം. ന്യായപ്രമാണം മുഴുവൻ തപ്പി. പഴയ നിയമത്തിൽ 5 യാഗങ്ങളുണ്ട്: പാപയാഗം, ഹനന്യയാഗം, അകൃത്യയാഗം, ഭോജനയാഗം. യാഗമെല്ലാം തപ്പി. ഒരു യാഗത്താലും ഈ പാപം ക്ഷമിക്കത്തില്ല. ന്യായപ്രമാണത്തിന്റെ മിക്കവാറും എല്ലാ കുറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ദാവീദ് ആകെ പുകഞ്ഞു. ദയാഹർജിയുമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ ചെന്നു. ദൈവം തമ്പുരാനേ, നിന്റെ കരുണയുടെ ബഹുത്വം കൊണ്ട് എന്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ദൈവം നാഥാനോട് പറഞ്ഞു, പോയി പറഞ്ഞാ ക്ഷമിച്ചെന്ന്. എന്നൊരു അത്ഭുതം കേട്ടാ അത്ഭുതം തോന്നും. നാഥാനോട് പറഞ്ഞു, പോയി പറഞ്ഞേരെ, ഞാൻ ക്ഷമിച്ചെന്ന് പറഞ്ഞു. തെറ്റു പറഞ്ഞത് നാഥാനാണ്, പണിഷ്മെന്റ് പറഞ്ഞത് നാഥാനാണ്, ക്ഷമിച്ചെന്ന് പറഞ്ഞത് നാഥാനാണ്. ചാകാൻ കിടന്നപ്പോൾ അപ്പന് പകരം മോനെ രാജാവാക്കിയത് നാഥാനാണ്. ഞാനതൊക്കെ ഓർക്കുമ്പോ ഈ ഭക്തന്മാർ നമ്മുടെ ആരംഭ നാളുമൊക്കെ നല്ല വിശുദ്ധന്മാരുണ്ടായിരുന്നു. അത്യാവശ്യം വന്നാൽ പൊട്ടിക്ക തരുന്നവരില്ലേ, അത്യാവശ്യം ഉണ്ടെങ്കിൽ ചാടിക്കുന്നവർ, അത്യാവശ്യം ഉണ്ടെങ്കിൽ ശാസിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ. എറണാകുളത്ത് ഒരു വിശ്വാസി എന്നോട് പറയാ, താനെ വാടക വീട്ടിൽ കിടക്കുമ്പോൾ കഷ്ടപ്പെട്ട് ലോൺ എടുത്തൊരു വീട് പണിതിട്ട് ആ വീടൊന്നെ പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്റപ്പച്ചനെ വിളിക്കാൻ ചെന്നു. പ്രവാസം പോളപ്പച്ചനായിരുന്നു തോന്നുന്നു. പോളപ്പച്ചൻ കുറെ നേരം മിണ്ടാതിരുന്നിച്ച് പറഞ്ഞാടാ, അതേ നടത്തിപ്പില്ലടാ, നീ ബാക്കിയൂടെ പണിയിടാന്ന്. എന്ത് ചെയ്യും? താനെ ആരാണ്ടോടൊക്കെ പോയി പറയുകയും ചെയ്തു. ഇതിനപ്പച്ചനോട് നിർബന്ധം പിടിക്കാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പോയി പണിതെല്ലാം തീർന്നോടാ, പണിയെല്ലാം എന്ന് ചോദിച്ചു. അപ്പച്ചൻ ഇത് ഇച്ചിരി പണി കൂടെ ഉള്ളത്. എന്നാ നീ പോയി ആ ഇച്ചിരി പണി കൂടെ തീർത്തേച്ച് വരാം. പിന്നെ താൻ തീരുമാനിച്ചു, ഇനി ഇതൊന്നും ചോദിക്കുന്നില്ല, ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിച്ച് കത്തിച്ചേക്കാം. അപ്പൊ ഭാര്യ പറഞ്ഞു, ചെയ്യരുത്, അത് അബദ്ധം, ശുദ്ധന്മാര് പറയുന്ന കേട്ടാ മതി. ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ അപ്പച്ചൻ ഒരു ദിവസം കയറി വന്നു. എടാ ശമുവേലേ, വീട് പണി എന്തുവായടാ? ഇപ്പോൾ കത്തിക്കാതെ. അപ്പച്ച അത് ഞാൻ വാടാ ഇവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ തീ കത്തിക്കാം. അദ്ദേഹം പ്രാർത്ഥിച്ചു, അടുപ്പിൽ തീ കത്തിച്ചു, എല്ലാ സാധനവും എടുത്ത് ഈ വീട്ടിലോട്ട് ഇന്ന് മാറണോടാന്ന് പറഞ്ഞു. എന്തിനാന്നൊന്നും എനിക്ക് പിടിയിട്ടില്ല. അതപ്പച്ച നാളെ അത് വെക്കുകയല്ല, നിന്റെ ആ വാടക വീട്ടിൽ കിടക്കുന്ന മുഴുവൻ സാധനം എടുത്ത് ഈ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചനും കൂടി വാടക വീട്ടിൽ നിന്നുള്ള സാധനം എല്ലാം പെറുക്കി ഈ വീട്ടിലോട്ട് കൊണ്ടിട്ടു. വീട്ടിലോട്ട് കയറി വീട്ടിൽ തീ കത്തിച്ചു. അപ്പച്ചൻ പ്രാർത്ഥിച്ചു, പാല് കാച്ചി. തീർന്ന ഉടനെ ഒരു ഇടിവെട്ടി ആ വാടക വീട് ആളിക്കത്തി. താൻ എന്നോട് പറയാ, ഈ വിശുദ്ധന്മാരുടെ നടത്തിപ്പ് ഹമ്പോ ഭയങ്കരം, എന്തൊരു ഭയങ്കരമാണ്. ഇപ്പൊ പഴയ കാലത്തെ ഇങ്ങനെയുള്ള ഭക്തന്മാരുണ്ട്. നാഥാനെ, ഈ ദാവീദിനെ ശാസിച്ചത് നാഥാനാ. നിന്റെ പാപം ദൈവം ക്ഷമിച്ചിടാന്ന് പറഞ്ഞ നാഥാനാ. മരിക്കാൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ചേട്ടനും അനിയനും കൂടെ ഗുസ്തി ഉണ്ടാക്കി. ചേട്ടൻ ആരും അറിയാതെ രാജാവായി ഈങ്കില വിളിക്കുകയാണ്. ഉടനെ നാഥാൻ ചെന്ന് പറഞ്ഞു, ദാവീദേ, ആരാണ് അടുത്ത രാജാവ്? അത് ശലോമോനാണ്. പക്ഷെ അവിടെ രാജ്യത്വം മറ്റൊരുവനേറ്റല്ലോ, എന്തു ചെയ്യും? ഞാൻ പോയി അവനെ രാജാവാക്കാം. നോക്കിക്കോണേ, ഒരു ശുശ്രൂഷകന്റെ കടമപ്പെട്ടതാ ഇതൊക്കെ.
ഞാനത് വായിച്ചപ്പോൾ ഓർത്തു, ഒരുവന്റെ തെറ്റുണ്ടെങ്കിൽ അവനെ ശാസിക്കണം, അവന്റെ തെറ്റുകളെ ക്ഷമിക്കണം, അവനില്ലാതെ വന്നാൽ അവന് കരുതണം, അവൻ മരിച്ചാൽ അവന്റെ സന്തതിയോട് ഇതേ ചെയ്യണം. ഞാൻ ആ നാഥാന്റെ കാര്യം ഓർത്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ നാഥാനാ വന്ന് ദാവീദിനോട് പറഞ്ഞത്. ശലോമോനെ രാജാവാക്കിയത് നാഥാനാണ്. അതിനുശേഷം നാഥാനും മരിച്ച് നിത്യതയിൽ പോയി. ചില ഭക്തന്മാരെ കുറിച്ചൊക്കെ പഠിച്ചാല് നമുക്ക് അത്ഭുതം തോന്നും. അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടണം. ബൈബിളിൽ നല്ല പേരുണ്ട്. ഈ നാഥാനെന്നും ഏലിയസർ എന്നൊക്കെ പേരിടണം. ഇപ്പൊ പുതിയ ഭാഷനൊക്കെ വന്ന് പിള്ളേർക്ക് പേരിടുന്നത് എന്താണെന്നറിയാം? അടുത്ത കാലത്ത് ഒരു കൊച്ചിന് ഹൈന എന്ന് പേരിട്ടു. ഹൈന. അപ്പനും അമ്മയ്ക്കും ഹൈന എന്താണെന്നറിയത്തില്ല. കൊച്ചു സ്കൂളിൽ ചെന്നപ്പം പിള്ളേരെല്ലാം കാട്ടുചെന്നാന്ന് വിളിക്കാൻ തുടങ്ങി. കഴുതപ്പുലിയുടെ പേരാണ് ഹൈന. ഇംഗ്ലീഷ് പേര് തപ്പി ഇട്ടതാ. സാറുമാർക്ക് എന്തോ ചെയ്യാനൊക്കെ. ഞങ്ങൾക്ക് മലയാളമേ സാറേ അറിയത്തോളെന്ന് പറഞ്ഞ ഒരു കുട്ടി കയറി വിളിക്കുക കഴുതപ്പുലി. ഇന്നില്ലാത്ത പ്രശ്നമല്ലേ. ഞാൻ വട്ടപ്പാറയിൽ ഇരിക്കുമ്പോൾ ഒരു കൊച്ചിന് അയൽവാസി പേരിട്ടിരിക്കുക ഹെഡ്ജ് എന്ന്. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ ടയറിന്റെ വക്ക് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, നാം തിരുവഴുത്തിലെ പേരുകളൊക്കെ ഇടണം, ഈ ഭക്തന്മാരുടെ പേരുകളൊക്കെ. ഇനി ഞാൻ പറഞ്ഞ ഏലിയസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. മരിക്കാൻ നേരമേ മോന്റെതാ കാര്യം ഏൽപ്പിക്കാൻ ആരുമില്ല വീട്ടിൽ. അബ്രഹാമിനൊരു മോനുണ്ട് ഇസഹാക്ക്. അദ്ദേഹം വിവാഹപ്രായമായിട്ടില്ല. സാറാ മരിച്ചു, പ്രായം എത്തുന്നതേ ഉള്ളൂ. എന്തു ചെയ്യും? അബ്രഹാം തലപുകഞ്ഞകഞ്ഞു അലഞ്ഞു. ഒരു ജ്യേഷ്ഠന്റെ മോനുണ്ടായിരുന്നു ലോത്ത്. അവനാണ് തല തെറിച്ച് സോദോമിൽ പോയി വെണ്ണുമ്പിള്ള ഉപ്പുതൂണുമായി. പിള്ളേർ അതിലെ തലയും കറങ്ങി അതങ്ങ് പോയി. ഇനിയിപ്പോ ഇതെല്ലാം ആരെ ഏൽപ്പിക്കും? ഇങ്ങനെ എന്തിച്ചപ്പോ ഏലിയസറുണ്ട്. ഏലിയസറിനെ വിളിച്ചു, ഏലിയസർ ഒന്നാട്ടേന്നോ. ഏലിയസർ നിന്റെ കൈ എടുത്ത് എന്റെ തൊടയുടെ കീഴിൽ വെക്കാൻ പറഞ്ഞു. എന്തിനാണ് യജമാനെ എന്ന് ചോദിച്ചു. വെച്ചാട്ടേന്നോ. അയോധ്യനാണ്. അങ്ങനെ വെച്ചു. ഞാൻ നിന്നോടൊരു ഉടമ്പടി ചെയ്യിക്കുകയാണ്. ഞാൻ മരിച്ചു മൺമറഞ്ഞു പോയാലും എന്റെ മകനായ ഇസഹാക്കിന് എന്റെ സ്വദേശത്ത് പോയൊരു പെൺകുട്ടിയെ നീ ഭാര്യയായിട്ട് എടുക്കണം. ഭയങ്കര ദൗത്യമല്ലേ? അതേ ചെയ്യാതിരിക്കാൻ ഒക്കുമോ? അപ്പോഴേക്കിന് അത് യജമാനെ പെൺകുട്ടി വന്നില്ലെങ്കിൽ നിനക്ക് ഒഴിവുണ്ട്, വരുത്തേണ്ട കടമ നിന്റേതാണ്. വാർദ്ധക്യം മുൻപോട്ട് പോയി. അബ്രഹാം മരിച്ചു മൺമറഞ്ഞു. ഏലിയസറിനും വാർദ്ധക്യമായി. തലമുടിനാരുകളൊക്കെ നരച്ചു തുടങ്ങി. തന്നെ മരണനാളുകൾ അടുത്തു. ദൗത്യത്തിൽ നിന്ന് ഒഴിയാൻ വയ്യ. എന്തു ചെയ്യാൻ നോക്കും? വാർദ്ധക്യമായി. 10 ഒട്ടകവുമായി അപ്പൻ പോകുന്ന രംഗം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനത് ചിന്തിച്ചപ്പോൾ ഓർത്ത്, ഇത് തീർന്നേ തനിക്ക് അതിൽ നിന്ന് ഒഴിയാനൊക്കത്തുള്ളൂ. 10 ഒട്ടകവുമായിട്ട് പോവുകയാണ്. അവിടെ ഒരു എഗ്രിമെന്റ്. വെള്ളം ചോദിക്കുമ്പോൾ യജമാനെ എനിക്കൊരു കാപ്പ് വെള്ളം തരാമോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഒട്ടകത്തിനൂടെ കോരിത്തരാമെന്ന് പറയുന്നതാണ് ആവശ്യം. വേറെ ഒരു ക്വാളിറ്റിയും വേണ്ട. ഒരേ ഒരു ക്വാളിറ്റി. അമ്മയ്ക്ക് പകരം അമ്മയായി, ദാസിക്ക് പകരം ദാസിയായി, ഭാര്യയ്ക്ക് പകരം ഭാര്യയായി തീരുന്ന ആ റിബേക്കയെ എടുത്തുകൊണ്ടുവന്ന് ഈ ഇസഹാക്കിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷമാണ് ഏലിയസർ മരിച്ച് നിത്യതയിൽ പോയത്. നമ്മളെപ്പോഴും അബ്രഹാമിന് പ്രാധാന്യം കൊടുക്കും. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, അബ്രഹാമിനോട് ഏറെക്കുറെ തുലനം ചെയ്യാൻ നമുക്ക് യോഗ്യനായ മനുഷ്യനാണ് ഏലിയസർ. നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ ദാനമായി വരുമ്പോ ഈ അൽസേഷൻ നായരുടെ പട്ടിയുടെയും പൂച്ചയുടെയും ആഫ്രിക്കക്കാരന്റെ കരടിയുടെയും പേരിടരുത്. നല്ല ഭക്തന്മാരുടെ പേരിടണം. ഏലിയസർ നല്ല പേരാണ്. അവൻ വിശ്വസ്തനാണ്. നാഥൻ അവൻ നല്ല പേരാണ്. കാരണം എന്ത്? തെറ്റിനെ ശാസിക്കുകയും അവന്റെ പരാജയത്തിൽ സംരക്ഷിക്കുകയും അവന്റെ തലമുറയെ അനുഗ്രഹിച്ച് രാജ്യത്വം കൊടുക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓർത്തുകൊള്ളണമേ. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ കഴിയാലേ ഞാനും നിങ്ങളും വിശുദ്ധരാകൂ. നമ്മുടെ സ്വന്തം പ്രാപ്തി കൊണ്ടോ സ്വന്തം കഴിവുകൊണ്ടോ ഒരിക്കലും നമുക്ക് വിശുദ്ധരായി തീരാൻ സാധ്യമല്ല. ദൈവം എന്ത് കഴുകണം? ഒന്ന്, അകൃത്യത്തിന്റെ രക്തക്കറ കഴുകണം. നാഥാന്റെ വാക്ക് കേട്ട് ദാവീദ് ദൈവത്തോട് പറഞ്ഞു. 51-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ, ദൈവമേ നീ എന്റെ ഹൃദയത്തെ ഒന്ന് കഴുകി തരണമേ. ഇന്ന് രാത്രി നമുക്ക് രക്ഷകനോട് പ്രാർത്ഥിക്കാം. ആ ആത്മാവാകുന്ന നാഥാന്റെ വാക്ക് നിന്റെ ഹൃദയത്തെ ഉണർത്തുമ്പോൾ പാപബോധമുണ്ടായെങ്കിൽ ഇന്ന് രാത്രി പറയണം, കർത്താവേ എന്റെ ഹൃദയത്തെ കഴുകണം. നീ കഴുകിയാലേ ഞാൻ വിശുദ്ധനായി തീരത്തുള്ളൂ. വീണ്ടും നമുക്ക് ദൈവം കഴുകി തരേണ്ടത് ശമരിയക്കാരൻ, ആ നല്ലവനായ ശമരിയക്കാരൻ വഴിയാത്രക്കാരന്റെ മുറിവുകൾ കഴുകി. കഴിഞ്ഞൊരു വർഷം നീ തിരിഞ്ഞു നോക്കുവേൻ. യെരൂശലേം വിട്ട് എരിയോവിലേക്ക് ഓടിപ്പോയി സാത്താന്റെ അടിയേറ്റ് പാപത്തിന്റെ ആഴത്തിലുള്ള മുറിവേറ്റ് ന്യായപ്രമാണത്തിനോ പൗരോഹിത്യത്തിനോ നിന്നെ സഹായിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നീ രക്ഷകന്റെ മുഖത്തേക്ക് നോക്കി നീ പരമാർത്ഥതയോടെ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം നിന്റെ മുറിപ്പാടുകളെ കഴുകി കരുണയുടെ കരത്തിൽ നിന്നെ താങ്ങി നിന്നെ വിശ്രാമത്തിൽ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. വീണ്ടും ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ഈ ശുശ്രൂഷയുടെ പിന്നിൽ നിന്ന് നമുക്കൊരാഴമായ സത്യം ഗ്രഹിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവന്റെ മാർഗം അത് എളിമത്തത്തിന്റെ മാർഗമാണ്.
യേശു അവിടെ നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അവൻ തന്റെ അങ്കി ഊരിവെച്ച് തോർത്തെടുത്ത് തരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. അപ്പോൾ തന്റെ ജോലി ഒരു ദാസന്റെ ജോലിയാണ്, ഒരു ദാസനായവന്റെ ജോലിയാണ്. ആ ദാസന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ എന്താ വിളിക്കുന്നത്? ആരാ പറഞ്ഞെന്നറിയത്തില്ല. ഒരാൾ പറഞ്ഞു, അങ്ങേ ഞങ്ങള് ഗുരു എന്നാ വിളിക്കുന്നു. ഗുരുവും കർത്താവുമാണ്. നിങ്ങൾ എന്നെ എന്താ വിളിക്കുന്നത്? ഗുരു എന്നാ വിളിക്കുന്നത്. ഗുരുവും കർത്താവുമായ ഞാനാണ് ഇത് ചെയ്യുന്നത്. ഭാരതത്തിന് അഭിമാനമായിരുന്ന മഹർഷിമാരിൽ ഒരാളായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ അന്തിമ നാളുകൾ അടുത്തപ്പോൾ ഒരു ദിവസം താൻ തന്റെ ഭക്ഷണശാലയിൽ പോയി. തന്റെ ശിക്ഷകണങ്ങളെല്ലാം ഭക്ഷണത്തിനിരിക്കുന്ന കണ്ടു. പെട്ടെന്ന് താൻ ആ ഭക്ഷണപാത്രം എടുത്തോണ്ട് വിളമ്പാൻ ചെന്നു. ഉടനെ ശിക്ഷകണങ്ങളിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഗുരു ഒരിക്കലും അങ്ങേ അത് ചെയ്യരുതേ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങയ്ക്കല്ലേ ഭക്ഷണം വിളമ്പി തരേണ്ടത്, അങ്ങ് ഞങ്ങൾക്കാണോ ഭക്ഷണം വിളമ്പുന്നത്? ദയവ് ചെയ്ത് ചെയ്യരുതേ എന്ന് പറഞ്ഞു. താൻ ആ ഭക്ഷണപാത്രം താഴോട്ട് വെച്ചിട്ടും തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കർത്താവായ യേശു അന്തിമ അത്താഴത്തിൽ ശിക്ഷകണങ്ങളുടെ കാൽപാദം കഴുകാമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നുകൂടെ? ഭാരതം കണ്ട മഹാന്മാരിൽ ഒരുവനായ ആ മഹർഷി പറയുകയാണ്, യേശു തന്റെ ശിഷ്യന്മാരുടെ കാൽപാദം കഴുകി. ക്രൈസ്തവ മാർഗത്തിന്റെ മുൻഗണയിൽ നിൽക്കുന്നവരെ ഓർത്തുകൊള്ളണമേ, യേശുവിന്റെ മാർഗം അത് എളിമത്തത്തിന്റെ മാർഗമാണ്. സ്വർഗത്തിലെ സകല മഹത്വങ്ങളെയും വിട്ട് താണിറങ്ങി വന്നു ഒരു ദാസന്റെ വേഷമെടുത്ത് ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴിയും. നിങ്ങൾ എന്നെ എന്ത് വിളിക്കുന്നു? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നുവോ? ഞാനാണിത് ചെയ്ത്. നമ്മുടെ ഇടയിൽ ഒരു ശ്രേഷ്ഠനായ പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ KG ജോർജ്. താൻ ഏറിയ വർഷങ്ങളോളം നമ്മുടെ ശുശ്രൂഷയിലായിരുന്നു. ഫ്രാൻസിൽ വെച്ച് രോഗിയായി അദ്ദേഹം ഇംഗ്ലണ്ടിൽ വന്നു. അവിടെ വെച്ച് മരിച്ച് താൻ നിത്യതയിൽ പോയി. തന്റെ ആരംഭനാളിനെ കുറിച്ച് പരേതനായ പാസ്റ്റർ എഡ്വേർഡ് ഒരിക്കൽ ഒരു സംഭവം എന്നോട് പറഞ്ഞു. പാസ്റ്റർ AC തോമസിന്റെ കാലത്ത് മദ്രാസിൽ നിന്ന് ഈ പാസ്റ്റർ KG ജോർജ് ഒരു കൊച്ചുപയ്യനായി തന്നെ കൊട്ടാരക്കയിൽ കൊണ്ടുവന്നു. തന്നോടൊപ്പം ട്രെയിനിങ്ങിനെന്ന് പാസ്റ്റർ എഡ്വേർഡും കൊട്ടാരക്കരയിലുണ്ട്. താഴത്തെ വയൽ വാങ്ങിയ സമയമാണ്. അവിടെ കണ്ടീഷന്റെ കുറച്ചേറെ ബാത്റൂമുകൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ കിടക്കുകയാണ്. പാസ്റ്റർ AC തോമസ് ഈ ജോർജിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ കുറെ ചകിരിയും എന്തൊക്കെയോ കൊടുത്തിട്ട് പറഞ്ഞ താഴത്തെ ബാത്റൂം എല്ലാം കഴുകിയിട്ട് വരാം. പാസ്റ്റർ ജോർജ് താൻ അക്കാലത്ത് MDech പാസ്സായവനാണ്. അവിടെ വിദേശത്ത് പോയി അവിടുത്തെ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ച ഉന്നത ശ്രേഷ്ഠത വിദ്യാഭ്യാസമുള്ള ആളാണ്. ഈ വിശുദ്ധന്മാരുടെ മാർഗത്തിൽ വന്നിട്ട് തന്നെ കക്കൂസ് കഴുകാൻ വിട്ടു. പുറകെ പാസ്റ്റർ എഡ്വേർഡിനോട് പറഞ്ഞു, നീ പോയി അവന്റെ മനസ്സെങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞേച്ചു വരാൻ. ഉടനെ പാസ്റ്റർ എഡ്വേർഡ് പുറകെ പോയി. പാസ്റ്റർ ജോർജ് എന്ത് ചെയ്തു? ഓരോ പഴയ കാലത്തെ കക്കൂസുകളല്ലേ, ഓരോ കക്കൂസ് ഇട്ട് ഒരച്ച് കഴുകാൻ തുടങ്ങി. ഇദ്ദേഹം അങ്ങോട്ട് ചെന്ന് തോളത്ത് തൊട്ടിട്ട് പറഞ്ഞു, എടോ കുഞ്ഞുവനെ, താൻ എന്തായി കാണിക്കുന്നത്? ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഉയർന്ന കുലശ്രേഷ്ഠതയുള്ള ഒരു പോലീസ് ഉയർന്ന ഓഫീസറുടെ മോനാണ് ഇദ്ദേഹം, എന്തായി മണ്ടത്തരം കാണിക്കുന്നത്? ഇവിടെ എത്ര പോലീസുമാരുണ്ട്, ഇങ്ങനെയാണോ ബാത്റൂം കഴുകുന്നത്? ഏത് മാസമായി ഏൽപ്പിച്ചത്? അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള മലയാളമൊന്നും അറിയത്തില്ല. താനാകെ തപ്പിത്തടഞ്ഞ് എന്തോ പറയാൻ നോക്കി. പാസ്റ്റർ എഡ്വേർഡ് വിട്ടില്ല, വീണ്ടും തോളത്ത് കൂട്ടി, ഇത് ചെയ്തുകൂടാ, നിങ്ങൾ അവിടെ വല്ല ഓഫീസ് സംബന്ധമായ കാര്യം പോയി ചെയ്യുക, നിങ്ങളാണോ ബാത്റൂം കഴുകുന്നത്? ഏത് പാസ്റ്റർ ഏൽപ്പിച്ചത്? അപ്പൊ ഇദ്ദേഹം പ്രതി എഴുന്നേച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് വിശുദ്ധന്മാർ ഉപയോഗിക്കുന്ന ബാത്റൂം കഴുകാനെങ്കിലും എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. പാസ്റ്റർ എഡ്വേർഡിന്റെ കാല് കൂട്ടിയിടിച്ചു, കിടുകിടുകിടുകിടാന്ന് ഇടിച്ചു. താൻ തന്നെ തുറിച്ചു നോക്കിയിട്ട് വയലിൽ നിന്ന് കയറി വന്ന് AC അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ജോർജ് ഇങ്ങനെയാ പറഞ്ഞത്. ഓ, അവൻ അങ്ങനെയാണോ പറഞ്ഞത്? അവൻ കഴുകൽ നിർത്തി പെട്ടെന്ന് വരാൻ പറഞ്ഞു. മരണനാൾ അടുക്കുന്നതിന് മുമ്പ്, പാസ്റ്റർ AC മരണനാളുകൾക്ക് മുമ്പ് അവസാനം താൻ ഒരു ദർശനം കണ്ടു. താൻ ഇങ്ങനെ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരി ഒരു പ്ലേറ്റ് നിറച്ച് കറുത്ത മുന്തിരിങ്ങ കൊണ്ടു കൊടുക്കും. നിങ്ങൾ മുമ്പ് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. കറുത്ത മുന്തിരിങ്ങ കൊണ്ടെന്ന് പാസ്റ്റർ AC വെച്ച് നീട്ടി. AC അത് വാങ്ങി സമീപത്ത് ഇങ്ങനെ നോക്കി. പാസ്റ്റർ MG തോമസ്, പാസ്റ്റർ വെസ്ലി, പാസ്റ്റർ KG ജോർജ്, അവരൊന്നും അവിടെ ആരംഭ നാളുകളാണ് അവർ നിൽക്കുന്നത്. തുറിച്ചു നോക്കിയ ശേഷം ജോർജിന്റെ കയ്യിൽ വെച്ച് നീട്ടി. അതിന് കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് എഴുന്നേറ്റു. ദർശനം കഴിഞ്ഞ ഉടനെ പാസ്റ്റർ AC പറഞ്ഞു, എടാ ജോർജ്, ഇംഗ്ലീഷുകാരായ ഒരു മാതാമയുടെ സഹായത്താൽ ആഫ്രിക്കയിൽ നമുക്കൊരു വേല കിട്ടും. ആ വേല ദൈവം നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
വിളിച്ചിരിക്കുന്നത്. നീ അത് ചെയ്തു തീർന്ന ശേഷമേ മരിക്കാവൂ. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു വെള്ളക്കാരി ഒരു പാത്രം നിറച്ച് കറുത്ത മുന്തിരിങ്ങ കൊണ്ട് എന്റെ കയ്യിൽ തരുന്ന കണ്ടു. അത് ഞാൻ നിന്റെ പക്കൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞേ നീ മരിക്കാവൂ. പാസേസി മരിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു. ആ ദർശനത്തിന്റെ ചുരുളുകൾ അഴിയുന്ന നാളുകളായി. തന്റെ അവസാന നാളെടുത്തപ്പോൾ താൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ ഒരു ഭാഗത്തേക്ക് പോയി. ഒരു കോളേജ് ക്യാമ്പിൽ താൻ പ്രസംഗിച്ചു. 300-ൽ പരം യൗവനക്കാർ രക്ഷിക്കപ്പെട്ടു. അവർക്കെല്ലാം സ്നാനം വേണമെന്ന് പറഞ്ഞു. പാസ്റ്റർ ജോർജ് നദിയിലിറങ്ങി ആ ഒഴുക്കുനീറ്റിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കഠിനമായ തണുപ്പേറ്റു. താൻ കരയിൽ കയറി. പനി കഠിനപ്പെട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് പാസ്റ്റർ വെസ്ലി അദ്ദേഹത്തെ നേരെ ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു. അവസാനം വേലക്കാരെ വിളിച്ചു വരുത്തി. താൻ ഒരു ബൈബിൾ സ്റ്റഡി എടുത്തു. നിങ്ങൾ പുറപ്പെട്ടു പോയി സിയോന്റെ കൊത്തളങ്ങളെ എണ്ണി വരും തലമുറയോട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് ആ ശ്രേഷ്ഠനായവൻ നിത്യതയ്ക്ക് അവകാശമാക്കി. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്! നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്! ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം, ഈ ദൈവവുമായിട്ടും ആ ദൈവവിശുദ്ധിയുമായും ആഴമായൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഈ മാർഗം എളിമത്തത്തിന്റെ മാർഗമാണ്. ഈ മാർഗം എളിമത്തത്തിന്റെ മാർഗമാണ്. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ എന്ത് വിളിക്കുന്നു? ഒരുവൻ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഗുരു എന്ന് വിളിക്കും. യേശു പറയുന്നു, കർത്താവും ഗുരുവുമായ ഞാനാണ് നിങ്ങൾക്കിത് ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് ഒരു നല്ല ഗുരുവായി, ഒരു നല്ല ദാസനായി, ഒരു നല്ല സ്നേഹിതനായി ജീവന്റെ മാതൃക കാണിച്ചു. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ഈ അന്തിമത്താഴത്തിൽ കർത്താവിന്റെ മാർഗം എളിമത്തത്തിൻ്റെതാണെന്നുള്ള ആഴമായ സത്യം കൂടെ നാം അറിഞ്ഞുകൊള്ളണമേ. മശിഹ തമ്പുരാന്റെ മാർഗം അത് എളിമത്തത്തിന്റെ മാർഗമാണോ? പ്രിയമുള്ളവരെ, ക്രൈസ്തവർ പാടെ മറന്നുപോയി. ക്രൈസ്തവർ ഇന്ന് പാടെ അത് മറന്നുപോയി. അവർ ഉയരങ്ങളെയും ഉന്നതങ്ങളെയും തേടുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ വേർപെട്ടു വന്ന പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കിടയിൽ പോലും ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്. സിംഹാസനത്തിൽ ചൊല്ലി അവിടെ എന്തെല്ലാം പ്രാകൃതങ്ങൾ നടക്കുന്നു. അവർ പരസ്പരം ദൈവത്തിന്റെ സഭയെ പിച്ചി ചീന്തുന്നു. ഉന്നത സ്ഥാനമാനങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുന്നു. ജനങ്ങൾ വശീകരിക്കപ്പെടുന്നു. ക്രൈസ്തവ സമൂഹത്തിന്റെ നേതാക്കന്മാരെ ഓർത്തുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മാർഗം അത് സമ്പന്നന്റെ മാർഗമല്ലേ, അത് എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാർഗമാണ്. അതാണ് നമ്മുടെ പിതാക്കന്മാരായ വിശുദ്ധന്മാരിൽ നാം കണ്ടത്. ഈ അന്ത്യനാളുകളിൽ വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് അവനെ സേവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, കർത്താവിന്റെ മാർഗം ഇത് എളിമത്തത്തിന്റെ മാർഗമാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മുടെ സമയം ഇപ്പോൾ തന്നെ അവസാനിച്ചിരിക്കുന്നു. ഈ ഭാഗം അടുത്തതായി വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, നാം നുറുക്കുന്ന അപ്പം ഒരു കൂട്ടായ്മ ബന്ധത്തിൻ്റെതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ തിരുവെഴുത്തിന്റെ ആഴം നിങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ച് ഇതുവരെയും അതിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാൻ ഒത്തില്ല എങ്കിൽ ആത്മാവിൽ അത് ഗ്രഹിച്ച് നീ ഹൃദയത്തിൽ എഴുതുമ്പോൾ നിന്റെ അറിവിന്റെ മുമ്പിൽ സാത്താൻ ഇന്ന് രാത്രി പിടഞ്ഞു വീഴും. രോഗികൾക്ക് സൗഖ്യമുണ്ടാകും, ദുഃഖിതരാശ്വാസം പ്രാപിക്കും, സാത്താന്യ കോട്ടകൾ തകർന്നുടയും, ദേശത്തിന്റെ അധിപതി പപ്പടം പോലെ പൊടിഞ്ഞു മാറും. ആത്മാവിൽ നീ ആ സത്യം അറിഞ്ഞ് ദൈവസന്നിധി വിട്ടുപോകാവൂ. വിശുദ്ധ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നു, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് പറയാണ്, നാം നുറുക്കുന്ന അപ്പം ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അന്തിമ അത്താഴത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അതിലൊരു കൂട്ടായ്മയുടെ ബന്ധമുണ്ട്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യരോട് പറയുന്നു, ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന ദൈവം അവൻ വിശ്വസ്തനാണ്. ആരോടാണ് നമുക്ക് കൂട്ടായ്മയുള്ളത്? 1 യോഹന്നാൻ 1-ാം അധ്യായം 3-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും വരുമ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നു, നമുക്കുള്ള കൂട്ടായ്മയോ പിതാവായ ദൈവത്തോടും അവന്റെ പുത്രനായ യേശുവിനോടുമാണ്. നിയമത്തിന്റെ രക്തത്തോടും ജീവന്റെ അപ്പത്തോടും നീ കൂട്ടായ്മ പ്രാപിച്ചപ്പോൾ ദൈവം നിനക്ക് വിശുദ്ധന്മാരോടൊരു കൂട്ടായ്മ തന്നു. പിതാവായ ദൈവത്തോട് നിനക്കൊരു കൂട്ടായ്മയുണ്ട്. കർത്താവായ യേശുവിനോട് നിനക്കൊരു കൂട്ടായ്മയുണ്ട്. അവന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് നിനക്കൊരു കൂട്ടായ്മയുണ്ട്. ഈ മഹത്വമേറിയ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ച ദൈവം
ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും മാറ്റം വരുത്തുകയില്ല. അവൻ തിരുവായി മൊഴിഞ്ഞത് നിവർത്തിപ്പാൻ ശക്തൻ. ഈ മഹത്വമേറിയ സത്യത്തിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. അന്തിമാത്താഴത്തിൽ പങ്കുപ്രാപിപ്പാൻ സ്വർഗം നമ്മെ ഒരുക്കുന്നതോർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി നീ ആരാണെന്നും നിനക്കുള്ള ബന്ധം ആരോടെന്നും നിന്റെ ഉള്ളിൽ വസിക്കുന്ന ജീവൻ ആരുടേതെന്നും നീ പ്രാപിച്ച അനുഗ്രഹം എന്തെന്നും ആത്മാവിൽ നീ അറിഞ്ഞുകൊണ്ടേയിരുന്നു. നീ ഓർത്തുകൊള്ളണമേ, നിന്റെ ജീവൻ അത് യേശുവിന്റെ ജീവനാണ്. സാക്ഷ്യ സമയത്ത് പ്രിയ സിസ്റ്റർ പറഞ്ഞല്ലോ, യേശു ജീവിക്കുന്നതുകൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം, ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. അബ്രഹാമിനെ എതിരേറ്റ് ചെന്ന് അവൻ അപ്പവും വീഞ്ഞും കൊടുത്ത് അനുഗ്രഹിച്ച അതേ ശാലേം രാജാവ് ഇതാ ഇന്ന് രാത്രി നമ്മുടെ പന്തലിന്റെ അടുക്കൽ നിൽക്കുന്നു. അവന്റെ പക്കൽ അപ്പമുണ്ട്. ആ അപ്പം നിത്യജീവന്റെ അപ്പമാണ്. ആ അപ്പം രോഗശാന്തിയുടെ അപ്പമാണ്. ആ അപ്പം കൂട്ടായ്മ ബന്ധത്തിന്റെ അപ്പമാണ്. ഇന്ന് രാത്രി പാപത്താൽ നിത്യജീവൻ അച്ചുപോയവനെങ്കിൽ നിനക്ക് നിത്യജീവന്റെ അപ്പം തരുവാൻ മഹാപുരോഹിതനായി മശിഹ നമ്മുടെ അടുക്കൽ നിൽക്കുന്നു. നീ രോഗിയായിരിക്കുന്നു, രോഗശാന്തി മക്കളുടെ അപ്പമാണ്. സൗഖ്യത്തിന്റെ അപ്പം തരുവാൻ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുന്നു. നീ ദൈവത്തിന്റെ ജീവനെയും നകന്ന് വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ നകന്നുപോയെങ്കിൽ നിന്നെ മടക്കി വരുത്തി കൂട്ടായ്മയുടെ ബന്ധം തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. കഴിയുന്നിടത്തോളം എല്ലാവരും ഒരു നിമിഷം മുഴങ്കാൽ മേലിരുന്നാട്ട് കർത്താവിന്റെ സന്നിധിയോട് നമുക്ക് പരമാർത്ഥതയോടെ അടുത്തിയല്ല. ആ അന്തിമാത്താഴത്തിന്റെ ദിനം ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് എന്റെ രക്ഷകൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു. വിശ്വാസത്തോടെ നമുക്ക് ഏറ്റു പറയാം, എന്റെ രക്ഷകൻ അവൻ തകർക്കപ്പെട്ടു, അതിനാൽ ഞാൻ രക്ഷ പ്രാപിച്ചു. എന്റെ ജീവൻ മനുഷ്യന്റെ ജീവനല്ല, എന്റെ ജീവൻ യേശുവിന്റെ ജീവനാണ്. എന്റെ ജീവൻ യേശുവിന്റെ ജീവനാണ്. ആ ജീവനാണ് എന്നിലേക്ക് ഒഴുകിയെത്തിയത്. എന്റെ കർത്താവ് എന്നെ കഴുകും. സാത്താൻ നിന്റെ തെറ്റുകൾ എണ്ണി പറയുന്നു. സാത്താൻ നിന്റെ പരാജയങ്ങളെ എണ്ണി പറയുന്നു. നിന്റെ ഹൃദയത്തെ കഴുകുവാൻ, നിന്റെ കാൽപാദങ്ങളെ കഴുകുവാൻ, നിന്റെ അകൃത്യത്തെ കഴുകുവാൻ കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുന്നു. നമുക്കൊന്നായി ഏറ്റു പറയാം, കർത്താവേ എന്നെ മുറ്റുമായി ഒന്ന് കഴുകണമേ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യേ ആവരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 5 നിമിഷം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അറിയിപ്പാനുള്ള ദൂത് അറിയിച്ചു. ആ വചനം നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ആരംഭത്തിങ്കൽ തന്നെ പറഞ്ഞല്ലോ, സാത്താൻ തകർന്നുടഞ്ഞവനാണ്. അവൻ വെറും മൊട്ടത്തോടിന് തുല്യമാണ്. നീ ശക്തിയോടെ അവനെ ശാസിച്ചാൽ നിന്റെ ആദരത്തിലെ മൂർച്ചയുള്ള വാളുകൊണ്ട് അവൻ വെട്ടേറ്റ് നിലത്തു വീഴും. നീ കർത്താവിനെ അനുഗമിച്ചപ്പോൾ ഒന്നാമത് അവൻ നിന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. രണ്ടാമതായി അവൻ നിന്റെ വായിൽ ബലം നിയമിച്ചു. മൂന്നാമതായി അവൻ നിന്റെ നാവിൽ അഗ്നിജ്വാലിക്കത്ത നാവാക്കി. നാലാമതായി അവൻ നിന്റെ അതിരത്ത് മൂർച്ചയുള്ള വാളുകളാക്കി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ സാത്താന്റെ ശക്തികളെല്ലാം തകർന്നുടയട്ടെ. ആരെങ്കിലും ഇന്ന് രാത്രി രോഗികളായിരിക്കുന്നുവെങ്കിൽ ആ യേശുവിന്റെ നാമത്തിൽ ആ സാത്താനെ ശാസിക്കുവിൻ. ആരെങ്കിലും ഭയത്തിന് അടിമകളായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ സാത്താനെ ശാസിക്കുവിൻ. നീ വിശ്വാസത്തോടെ ശാസിച്ചാട്ട്, ആ വിശ്വാസത്തോടെ നീ ഒന്ന് ശാസിച്ചാട്ട്, നിന്റെ നാവ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, നിന്റെ ആദരത്തിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടട്ട. നീ വിശ്വാസത്തോടെ സാത്താനെ ശാസിച്ചാട്ട്. ഹല്ലേലൂയ. നിന്നെ കഴുകിയത് യേശുവാണ്. നിന്റെ ജീവൻ യേശുവിൻ്റെതാണ്. ആ നിന്നോട് ചെയ്ത നിയമം അത് രക്തം തളിപ്പിച്ച് ഉറപ്പിച്ച നിയമമാണ്. സത്താൻ ഒരിക്കലും നിന്റെ മുൻപിൽ ബലവാനല്ല. അവൻ തികച്ചും പരാജിതനാണ്. ആരും മൗനമായി ദൈവസേനയിലായിരിക്കരുത്. ഒരുപക്ഷെ നീ അവസാനമായി പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊന്നായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഒന്നായി ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ശക്തിയായ സാത്താനെ തള്ളാം. അവൻ പൊട്ടിത്തെറിക്കട്ടെ, അവൻ തകർന്നുടയട്ടെ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് നമ്മുടെ പിതാക്കന്മാർ ശക്തിയായി പ്രാർത്ഥിച്ചു. അവരുടെ ആദരത്തിലെ മൂർച്ചയുള്ള വാളാൽ സാത്താൻ മുറിവേറ്റിരിക്കുന്നു. കുഞ്ഞാടിനെ നടത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നീ വിശ്വാസത്തോടെ കൽപ്പിക്കുവേ,
നീ രോഗിയാണോ? കർത്താവ് നിന്നെ സൗഖ്യമാക്കും. നീ ബലഹീനനാണോ? കർത്താവ് നിന്നെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. സാത്താന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്നായി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ആ വചനങ്ങളെ ഒന്നൊന്നായി നമുക്ക് ധ്യാനിക്കാം. യേശുവിന്റെ കാൽവറി മരണമാണ് എന്നെ രക്ഷയിൽ കൊണ്ടുവന്നത്. എന്നിൽ വ്യാപരിച്ച ജീവൻ യേശുവിൻ്റെതാണ്. എനിക്ക് ലഭിച്ച നിയമം രക്തം തളിച്ചുറപ്പിച്ച നിയമമാണ്. എനിക്ക് എന്റെ ദൈവത്തോടൊരു കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിനോടൊരു കൂട്ടായ്മയുണ്ട്. അവനാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോട് എനിക്കൊരു കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാത്തിൻ തീരു